ചിലപ്പോൾ അല്പം കുറവുണ്ടാവും. എല്ലാവരും ഉള്ളത് ബന്ധപ്പെടാം. കഴിഞ്ഞ ആഴ്ച നമ്മുടെ വാട്സപ്പ് പ്രോഗ്രാം നടത്താൻ സാധിച്ചില്ല. റേഡിയോ ശ്രോതാക്കളോട് പ്രത്യേകം പറയുന്നത്, ഈ ആഴ്ചയിൽ ഒരു ദിവസമാണെങ്കിൽ പോലും ചിലപ്പോൾ ആ ദിവസമായിരിക്കും നമുക്ക് എത്താൻ കഴിയാത്ത ചില പ്രത്യേക തിരക്കുകൾ വരിക. കഴിഞ്ഞ ഞായറാഴ്ച മഗ്‌രിബിന്റെ ശേഷം 3 പരിപാടിയിരുന്നു. അത് 3 കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തിയപ്പോൾ 12:30 മണിയായി. പിന്നെ എനിക്ക് ഒന്നിനും വയ്യാത്ത അത്രയും ക്ഷീണമുണ്ടായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ക്ലാസ് റൂമിൽ ഈ പരിപാടിക്ക് വരാൻ സാധിച്ചിട്ടില്ല. ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് 2 പരിപാടി ഉണ്ടായിരുന്നു. എന്നാലും ഒന്നും മുടക്കാൻ വയ്യല്ലോ. അപ്പൊ ഏതായാലും റബീഉൽ കൂടിയല്ലേ, തിരക്ക് കൂടിയ സമയമാണ്. സ്ഥിരമായി നടക്കുന്ന പല പരിപാടികളും മുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് റബീഉൽ. ഇപ്പോ മാസങ്ങളോളായി കോഴിക്കോട് സിറ്റിയിലെ ഷെയ്ഖിന്റെ പള്ളിയിലുള്ള ഇടിയങ്ങര പ്രദേശത്ത്, ആ ഷെയ്ഖിന്റെ പള്ളിക്ക് സമീപത്ത് മറ്റൊരു പള്ളിയിൽ വെച്ച് എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ച ഒരു ഫിഖ്ഹ് ക്ലാസ് വിനീതമായി നടത്തുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. നമ്മുടെ സുന്നി കോർഡിനേഷൻ കമ്മിറ്റി ആണ്, സിറ്റിയിലെ സുന്നി കോർഡിനേഷൻ കമ്മിറ്റിയാണ് അത് സംഘടിപ്പിക്കുന്നത്. അത് ആരംഭിച്ചത് മുതൽ മുടങ്ങാതെ എല്ലാ മാസവും നടന്നു വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഈ മാസം റബീഉൽ അവ്വൽ പരിപാടികളുമായി ബന്ധപ്പെട്ട് സിറ്റിയിൽ ഒരുപാട് തിരക്കുകൾ ഉള്ളതുകൊണ്ട് ഈ മാസത്തെ ആ പരിപാടി വരെ മുടങ്ങിയെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ വാട്സപ്പ് പ്രോഗ്രാം കഴിഞ്ഞ ആഴ്ച മുടങ്ങിയതിൽ സുഹൃത്തുക്കളാരും വിഷമിക്കരുത്. ചില അത്യാവശ്യ ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അതൊക്കെ കണ്ടറിയുകയും നമ്മുടെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ അസൗകര്യങ്ങളും പൊരുത്തപ്പെടുകയും ചെയ്യണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തി, ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയുമായി വന്നിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതിന് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ജവാബുകൾ ഇൻഷാ അല്ലാഹ് പറയും. ഈ രംഗത്തേക്ക് കൂടുതൽ ഉസ്താദുമാരും കടന്നു വരേണ്ടതുണ്ട്. ഉസ്താദുമാർ കൂടുതൽ ആളുകൾ ഈ രംഗത്തേക്ക് വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് പരമാവധി അത് മുടക്കാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ബഹുമാന്യരായ ഉസ്താദുമാരെ കൂടി ഓർമ്മപ്പെടുത്താനും, പരമാവധി ഉസ്താദുമാരൊക്കെ വരുന്നുണ്ട്, ഇല്ലാതല്ല. എന്നാലും ഏതെങ്കിലും ഈ സമയത്ത് ഒഴിവ് കിട്ടുന്ന ഉസ്താദുമാരുണ്ടെങ്കിൽ ഇത്തരം വരുന്ന ഈ വിടവുകളെങ്കിലും പരിഹരിക്കാൻ സാധിച്ചാൽ അൽഹംദുലില്ലാഹ് നമുക്ക് മുടങ്ങാതെ ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കളോട് പറയുന്നത്, വാട്സപ്പിലേക്ക് നിരന്തരമായി അയച്ചുകൊണ്ടിരിക്കുന്ന ചില ചോദ്യകർത്താക്കൾ അവരുടെ ചോദ്യത്തിന് മാത്രം മറുപടി കിട്ടുന്നില്ല എന്നൊരു സങ്കടം പറയുന്നുണ്ട് എന്നും അറിഞ്ഞു. അവര് ശ്രദ്ധിക്കേണ്ടത്, ഈ ഇന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുക, ഇന്നതിന് മറുപടി പറയാതിരിക്കുക എന്നൊരു ശൈലി നമുക്കില്ല. അതേ സമയത്ത് ഒരേ ആഴ്ചയിൽ തന്നെ ഒരേ ചോദ്യം ആവർത്തിച്ചു വരികയാണെങ്കിൽ അതിലൊരു ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതിയല്ലോ, ആ വിഷയം അതിൽ തന്നെ ഉണ്ടാവും. രണ്ടാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചിലർ ചോദ്യം അയക്കുന്നത് ടെക്സ്റ്റിലൂടെയാണ്. അപ്പൊ ടെക്സ്റ്റ് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വലിയ പ്രയാസമുണ്ട്. വോയിസ് മെസ്സേജ് ആയിട്ടാണ് വാട്സപ്പ് ചോദ്യങ്ങൾ അയക്കേണ്ടത് എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. അത് എല്ലാവരും ശ്രദ്ധിക്കണം. രണ്ടാമത്, ചില ആളുകൾ ആകെ ഒരു 1/4 സെക്കൻഡ് വോയിസും ബാക്കി ടെക്സ്റ്റുമായി ചോദ്യങ്ങൾ അയക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും വീഡിയോകളോ ലിങ്കുകളോ ഒക്കെ വിട്ടുകൊണ്ട് ഇതെന്താണ് എന്ന് മാത്രം ചോദിക്കുന്നവരുണ്ട്. അത്തരം ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാൻ പ്രയാസം ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് നമുക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദ്യമായി വാചികമായി തന്നെ നൽകുകയും അത്
ഇൻഷാ അള്ളാഹ് ക്ലാസ് റൂമിലൂടെ കേൾപ്പിച്ചുകൊണ്ട് മറുപടി പറയുകയും ചെയ്യുന്ന സംവിധാനമാണ് നാം ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാത്ത ടെക്സ്റ്റ് ചോദ്യങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് ലിങ്കുകളും വീഡിയോകളും ഒക്കെ പരിശോധിച്ചുകൊണ്ട് അതിനെല്ലാം ഇതെന്താണ് എന്നൊരൊറ്റ ചോദ്യത്തിന് മറുപടി പറയുക എന്നത് ഇപ്പോൾ നമുക്ക് പ്രായോഗികമായ ഒന്നല്ല. അതുകൊണ്ട് പരമാവധി ഈ റൂമിന്റെ രീതിയോടും ശൈലിയോടും സഹകരിച്ചുകൊണ്ട് എല്ലാ ചോദ്യകർത്താക്കളും അവരവരുടെ ചോദ്യങ്ങൾ അയക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അള്ളാഹ് നമുക്ക് പ്രോഗ്രാമിലേക്ക് പോകാം. മടക്കേക്കാട് എത്തിയോ? ഇൻഷാ അള്ളാഹ് അദ്ദേഹം മൈക്കിലേക്ക്. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ നാട്ടിലെ വഹാബികളെ അങ്ങനെ വിളിക്കുന്നത് ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞ ആളുടെ ഫോറിലേക്ക് ചേർത്തുകൊണ്ടാണ് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന വ്യക്തിയുടെ കിതാബുകളിൽ നിന്നൊക്കെ അവർ ഉദ്ധരണികളും കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കാം. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം എന്താണ്? അല്ലെങ്കിൽ ഇവർ രണ്ടും ഒരേ കാലക്കാരാണോ? ഇവരെ പറ്റി ഒന്ന് ചെറിയൊരു വിശദീകരണം തരാമോ? നമ്മളെ ഉസ്താദ്മാരെന്ന മുജാഹിദായിട്ടുള്ള ഖണ്ഡനങ്ങളിലൊക്കെ ഈ ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന വ്യക്തിയുടെ എന്താണ് ഉദ്ധരണികളൊക്കെ എടുത്ത് വാർത്തകളൊക്കെ വായിക്കുന്നത് കേൾക്കാം. അപ്പൊ ഇവരെങ്ങനെയാണ്, ഇവർ രണ്ടുപേരെ പറ്റി ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു തരാമോ? എന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇല്ല, ഈ ചോദ്യത്തിനെ കുറിച്ച് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. എനിക്ക് ആ ചോദ്യം ഒന്നും മനസ്സിലായില്ല. എല്ലാവർക്കും അനുഭവപ്പെട്ടോ അതോ എന്റെ പ്രശ്നം മാത്രമാണോ? ഹലോ, ഇവിടെ ആരുമില്ലേ? വടക്കേക്കാട്. അത് എനിക്ക് എന്താണ് ചോദിച്ചതെന്ന് ശരിക്കും മനസ്സിലായില്ല. അതുകൊണ്ട് അത് ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി ക്ലിയർ ആക്കിയിട്ട് കേൾപ്പിച്ചാൽ പുതിയ ഉപകാരം. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ നാട്ടിലെ വഹാബികളെ അങ്ങനെ വിളിക്കുന്നത് ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞ ആളുടെ ഫോറിലേക്ക് ചേർത്തുകൊണ്ടാണ് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന വ്യക്തിയുടെ കിതാബുകളിൽ നിന്നൊക്കെ അവർ ഉദ്ധരണികളും കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കാം. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം എന്താണ്? അല്ലെങ്കിൽ ഇവർ രണ്ടും ഒരേ കാലക്കാരാണോ? ഇവരെ പറ്റി ഒന്ന് ചെറിയൊരു വിശദീകരണം തരാമോ? നമ്മളെ ഉസ്താദ്മാരെന്ന മുജാഹിദായിട്ടുള്ള ഖണ്ഡനങ്ങളിലൊക്കെ ഈ ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന വ്യക്തിയുടെ എന്താണ് ഉദ്ധരണികളൊക്കെ എടുത്ത് വാർത്തകളൊക്കെ വായിക്കുന്നത് കേൾക്കാം. അപ്പൊ ഇവരെങ്ങനെയാണ്, ഇവർ രണ്ടുപേരെ പറ്റി ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു തരാമോ? എന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹാബിഹിൽ ഫായിസീന ബിറഹ്മതില്ലാഹി അമ്മാ ബഅദ്. ബിസ്മില്ലാഹി റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم إني أستودعتك ما علمتني فارجعني عند حاجتي إليه ورب العالمين. ഇബ്നു തൈമിയ്യ അതുപോലെ ഇബ്നു അബ്ദുൽ വഹാബ് എന്നീ രണ്ട് വ്യക്തികളെ കുറിച്ചാണ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്. ഇവരെ രണ്ടാളും തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മുടെ നാട്ടിൽ ഉസ്താദുമാര് വഴക്ക് പറയുമ്പോഴും മറ്റുമൊക്കെ പുത്തൻ പ്രസ്ഥാനക്കാർക്ക് മറുപടി പറയുന്ന സമയത്ത് ഈ ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണ്? ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നതൊക്കെയാണ് ഇപ്പൊ ചോദിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. ഇവര് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഇബ്നു തൈമിയ്യ
ഹിജറ 7-ാം നൂറ്റാണ്ടിൽ ജനിച്ച ആളാണ്. അതേ സ്ഥാനത്ത് ഇബ്നു അബ്ദുൽ വഹാബ് 1111 അഥവാ 12-ാം നൂറ്റാണ്ടുകാരനും ആണ്. ഇപ്പൊ സൗണ്ട് ക്ലിയർ ആണോ? ഹലോ, നിന്റെ സൗണ്ട് ക്ലിയർ അല്ലേ? ഓക്കെ. ഇവര് തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചാല്, ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥങ്ങൾ വായിച്ചു പഠിച്ചിട്ടാണ് ഇബ്നു അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ പുതിയ ആശയങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ കേരളത്തിലെ മുജാഹിദുകളുമായി ഇവർക്കുള്ള ബന്ധം എന്താണ് എന്നുകൂടി പരിശോധിച്ചാൽ അവിടെ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അതായത് കേരളത്തിലേക്ക് വഹാബിസം വന്നിട്ടുള്ളത് ഇബ്നു അബ്ദുൽ വഹാബിലൂടെയാണ്. ഇബ്നു അബ്ദുൽ വഹാബിന് അത് കിട്ടിയിട്ടുള്ളത് ഇബ്നു തൈമിയ്യയിൽ അതാണ് അതിന്റെ ശൈലി. അപ്പോ ഇബ്നു അബ്ദുൽ വഹാബിന് ഈ ആശയം കിട്ടിയിട്ടുള്ളത് ഇബ്നു തൈമിയ്യയിൽ നിന്നും. ഇബ്നു തൈമിയ്യക്കാകട്ടെ ഇത് കിട്ടിയിട്ടുള്ളത് അദ്ദേഹം ലോകത്ത് അതുവരെ ആരും പറയാത്ത പുതിയ വാദങ്ങൾ അദ്ദേഹം സ്വന്തം ഉണ്ടാക്കി പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പൊ ആ നിലക്ക് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായ അനേകം ആശയങ്ങൾ, ഇപ്പോ ഇസ്തിഗാസക്കെതിരെ ആദ്യം സംസാരിച്ചിട്ടുള്ളത് ഇബ്നു തൈമിയ്യയാണ്. പിന്നെ അതുപോലെ തന്നെ 3 തലാഖ് ഒന്നിച്ചു ചൊല്ലിയാൽ ഒന്നേ പോകൂ എന്ന് ആദ്യം സംസാരിച്ചിട്ടുള്ളത് ഇബ്നു തൈമിയ്യയാണ്. അങ്ങനെ അതുപോലെ തന്നെ മഹാന്മാരുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യുന്നതിനെ കുറിച്ച് ആദ്യം സംസാരിച്ചത് ഇബ്നു തൈമിയ്യയാണ്. അങ്ങനെ ഇബ്നു തൈമിയ്യ ഒരു വിവാദ പുരുഷനാണ് പണ്ട്. അദ്ദേഹം പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരുപാട് വിഷയങ്ങള് പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ പുതിയ വാദങ്ങളായി എടുത്ത് എണ്ണി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ കൊണ്ട് പരിശുദ്ധ ഖുർആൻ കൊണ്ട് എല്ലാം ലോകത്ത് അതുവരെ മുസ്ലിം ഉമ്മത്ത് ആചരിച്ചു പോന്നിരുന്ന പല വിഷയങ്ങളെയും എതിർക്കുന്ന ഒരു ശൈലി, അതിന് ഹദീസിനെയും പരിശുദ്ധ ഖുർആനിനെയും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടുള്ള ഒരു ശൈലിയാണ് ഇബ്നു തൈമിയ്യ സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഇബ്നു തൈമിയ്യയുടെ പുസ്തകങ്ങൾ 5 നൂറ്റാണ്ട് മുമ്പ് മരണപ്പെട്ട ഇബ്നു തൈമിയ്യയുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് ഇബ്നു അബ്ദുൽ വഹാബ് മതം പഠിച്ചത് എന്ന് മുജാഹിദുകളുടെ പ്രസിദ്ധീകരണം തന്നെ പറയുന്നുണ്ട്. ആ ഇബ്നു അബ്ദുൽ വഹാബ് അഥവാ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാല്, ഇവിടെ ദീന് എന്ന് പറഞ്ഞാൽ അത് പഠിക്കേണ്ടത് ഉസ്താദുമാരിൽ നിന്നാണ്, അഥവാ ഗുരുമുഖത്തിൽ നിന്നാണ്. കേവലം പുസ്തകം വായിച്ച് പഠിച്ചാൽ ലോകത്ത് ഒരു ഇൽമിനും അംഗീകാരം ഉണ്ടാകില്ല. യഥാർത്ഥ അംഗീകാരമുള്ളത് നേരിട്ട് അതത് വിഷയങ്ങളിലെ ആലിമീങ്ങളിൽ നിന്ന്, പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ച വിഷയങ്ങൾക്കാണ് അംഗീകാരമുള്ളത്. എല്ലാ തലങ്ങളിലും അങ്ങനെയാണ്. പുസ്തകം വായിച്ചു പഠിച്ച ഒരാളെയും നമ്മൾ അംഗീകരിക്കാറില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോ പല സ്ഥലങ്ങളിലും കറസ്പോണ്ടൻസ് കോഴ്സിന് അംഗീകാരം കിട്ടുന്നതിൽ ചില പ്രയാസങ്ങളും, അതിന് മറ്റുള്ള കോഴ്സുകളെ പോലെയുള്ള ഒരു എന്താ പറയുക, ഒരു സ്ഥാനം കൽപ്പിക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ കുറെ തിയറികൾ മാത്രമല്ല, പ്രാക്ടിക്കലായി പഠിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ ദീനിലുണ്ട്. അങ്ങനെ ഇരിക്കാൻ ദീൻ മനസ്സിലാക്കേണ്ടത് കേവലം പുസ്തക വായനയുടെ അല്ല എന്ന് പലവട്ടം ഞാൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോ ഈ ഇബ്നു തൈമിയ്യയുടെ പുസ്തകം വായിച്ചുകൊണ്ടാണ് ഇബ്നു അബ്ദുൽ വഹാബ് പുതിയ ആശയത്തിന്റെ പ്രചാരകനായി വരുന്നത്. ഞാൻ ഈ പറഞ്ഞ സംഗതികളും ഈ ഇബ്നു അബ്ദുൽ വഹാബാണ് കേരളത്തിൽ വഹാബിസത്തിന് വിത്തുപാകിയത് എന്ന് പറഞ്ഞാൽ, ഇബ്നു അബ്ദുൽ വഹാബ്
വിതറിയ പ്രകാശം കണ്ട് കേരളവും കണ്ണു തുറന്നു എന്നാണ് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ആമുഖം എന്ന പുസ്തകത്തിൽ അവർ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ ഇബ്നു അബ്ദുൽ വഹാബാണ് ഇവിടെ കേരളത്തിന്റെ കണ്ണ് തുറപ്പിച്ചത് എന്നവർ പറയുന്നു. അതേ പുസ്തകത്തിൽ തന്നെ ഈ ഇബ്നു അബ്ദുൽ വഹാബിന് പുതിയ ആശയം കിട്ടിയത് ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് എന്നും പറയുന്നു. അതാണ് ഇബ്നു തൈമിയ്യയും ഇബ്നു അബ്ദുൽ വഹാബും തമ്മിലുള്ള ബന്ധം. ചുരുക്കത്തിൽ പുത്തനാശയങ്ങളുടെ, മുജാഹിദുകളുടെ, വഹാബികൾ കൊണ്ടുവന്നിട്ടുള്ള പുത്തനാശയങ്ങളുടെ ഉറവിടമാണ് ഇബ്നു തൈമിയ്യ. അതിന്റെ പ്രചാരകനാണ് ഇബ്നു അബ്ദുൽ വഹാബ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് അലി. ഞാൻ സൗദിയിൽ നിന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ക്രീമൊക്കെ വരട്ടും. ബോഡി ലോഷനൊക്കെ തേച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഉളു ചെയ്യുമ്പോൾ ഉളു ചെയ്യാവോ? വെള്ളം ചേരാതെ നിൽക്കുമ്പോൾ ഉളു ചെയ്യാതെ നിൽക്കുമോ എന്നാണ് ചോദ്യം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നല്ല ചോദ്യമാണ്. ഒന്നു ശരിയാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ തേക്കണ ലോഷനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സ്ഥിതി അനുസരിച്ച് നിൽക്കും. എന്ത് ഒന്നു ശരിയാകുകയും ശരിയാകാതിരിക്കലും. കാരണം എന്താ, വുളു ശരിയാകുന്നതിന് പ്രത്യേകമായി ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശരീരത്തിന്റെ മുഴുവൻ കഴുകേണ്ട അവയവങ്ങളുണ്ടല്ലോ, ആ അവയവങ്ങളിലേക്ക് വെള്ളം എത്തുന്നതിന് തടസ്സമാകുന്ന ഒന്നും അവയവങ്ങളിൽ ഇല്ലാതിരിക്കണം. കേവലം എണ്ണയോ എന്തെങ്കിലും ലോഷനോ തേച്ചത് കൊണ്ട് മാത്രം അവിടെ വെള്ളം എത്താത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതേ സ്ഥാനത്ത് ടാറ്, വിളഞ്ഞി പോലെ, മഷി പോലെയുള്ള ഇത്തരം വസ്തുക്കൾ ഈ അവയവങ്ങളിൽ ഉണ്ടാവുകയും അങ്ങോട്ട് വെള്ളം എത്തുന്നതിന് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഇതുപോലത്തെ എന്തുണ്ടായാലും അത് വുളൂഇന് ബുദ്ധിമുട്ടാണ്. കേവലം എണ്ണ പോലത്തെ തേച്ചത് കൊണ്ട് മാത്രം ഈ പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഈ ലോഷനുകളിൽ സുഗന്ധമുള്ളത് ഉണ്ടാകാം. അതുപോലെ തന്നെ വെള്ളത്തിന്റെ നിറം മാറ്റാൻ പ്രാപ്തിയുള്ളത് ഉണ്ടാകാം. നിറവ്യത്യാസമുള്ളത്, വെള്ളത്തിന്റെ വാസന വ്യത്യാസപ്പെടുത്തുന്നത്, വെള്ളത്തിന്റെ രുചി വ്യത്യാസപ്പെടുത്തുന്നത്, അങ്ങനെ ഈ നാം ശരീരത്തിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ രുചിയോ നിറമോ വാസനയോ നന്നായി വ്യത്യാസപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ലോഷനാണ് ശരീരത്തിന് പുരട്ടിയതെങ്കിൽ അത് വുളൂഇന്റെ ഷർത്തുകളിൽ പറഞ്ഞ വെള്ളത്തെ പകർച്ചയാക്കുന്ന ഒന്നും കഴുകപ്പെടുന്ന അവയവങ്ങളിൽ ഇല്ലാതിരിക്കണം. ഞാൻ ഷർത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. വെള്ളത്തെ പകർച്ചയാക്കുന്ന വെള്ളത്തിന്റെ രുചിയോ മണമോ വാസനയോ വ്യത്യാസപ്പെടുത്തുന്ന ഒന്നും അവയവങ്ങളിൽ ഇല്ലാതിരിക്കണം എന്ന് നിബന്ധനയുണ്ട്. കാരണം അവയവങ്ങളിൽ അത് ഉണ്ടായാൽ ആ അവയവത്തിലേക്ക് വെള്ളം എത്തുന്നതോടുകൂടി ആ വെള്ളം എന്താകും? മുത്തലക്കായ വെള്ളമല്ലാതെയായി മാറും, മുതഗയ്യിറായ വെള്ളമായി മാറും. അപ്പൊ ആ വെള്ളം വുളൂഇന് പറ്റാതിരിക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ, ഈ രണ്ട് കാര്യങ്ങളാണ് ഇത്തരം ലോഷനുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പറയാം, ഒന്ന്, വെള്ളം ചേരുന്നതിന് തടസ്സമാകുന്ന വസ്തുക്കളാകരുത്. സാധാരണ എണ്ണയൊന്നും വെള്ളം ചേരുന്നതിന് തടസ്സമുള്ളതല്ല. രണ്ടാമത്തെ കാര്യം, ഈ അവയവത്തിൽ തേച്ചിട്ടുള്ള ആ ലോഷൻ വെള്ളത്തെ പകർച്ചയാക്കുന്നത് അഥവാ വെള്ളത്തിന്റെ രുചിയോ നിറമോ വാസനയോ വ്യത്യാസപ്പെടുത്തുന്ന രീതിയിലും ആവാൻ പാടില്ല. ഇത് രണ്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ഞാൻ നയിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, എനിക്ക് സംശയം എന്ന് വെച്ചാൽ നിസ്കാര സംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ നിസ്കാരം കള ആയിട്ടുള്ള ആൾക്ക് ഈ ഹലോ,
സുഹൃത്ത് ഖാദർ, നിങ്ങൾ ഒന്ന് ക്ഷണിക്കണം. നമ്മുടെ റേഡിയോ ശ്രോതാക്കളുടെ വാട്സപ്പ് ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന സമയമാണ്. ഇൻഷാ അല്ലാഹ് ഈ സമയത്ത് ക്ലാസ് റൂമിൽ ആരും മൈക്കെടുക്കരുത്. ഈ പ്രോഗ്രാമിന് ശേഷം നിങ്ങൾക്ക് ചോദിക്കാൻ അവസരം ഉണ്ടാവും. നമ്മുടെ എത്രയോ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ ഇത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഇപ്പൊ വാട്സപ്പ് ചോദ്യങ്ങൾക്ക് മറുപടി പറയും. ഇൻഷാ അല്ലാഹ് അതിനുശേഷം ക്ലാസ് റൂമിലുള്ളവർക്ക് ചോദിക്കാം. പുറകെ കടമയ്ക്കത്തുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ഹദീസിനെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു തിന്മയെ കൈകൊണ്ട് തടയാൻ സാധിക്കുമെങ്കിൽ കൈകൊണ്ട് തടയുക. അതിന് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ നാവുകൊണ്ട് തടയുക. അതിനും കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഹൃദയം കൊണ്ട് അതിനോട് വെറുപ്പ് കാണിക്കുക തന്നെയെങ്കിലും ചെയ്യുക എന്ന് അർത്ഥം വരുന്ന, ആശയം വരുന്ന ഈ ഹദീസ് അനുസരിച്ച് നാം ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ, ഒരു കള്ളു കുടിക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ അത്തരം വേണ്ടാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് കൈകൊണ്ട് തടയാൻ പൂർണ്ണമായി സാധിക്കും എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമുക്കതിനെ കൈകൊണ്ട് കൈകാര്യം ചെയ്തുകൊണ്ട് തടയാൻ പറ്റുമോ? അടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ കൈകാര്യം ചെയ്യുന്ന മുറകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ തടയാൻ സാധിക്കുമോ, പറ്റുമോ എന്നുള്ളതായ ഒരു ചോദ്യമാണ്. മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി ഫഇൻ ലം യസ്തതി' ഫബിലിസാനിഹി ഫഇൻ ലം യസ്തതി' ഫബിഖൽബിഹി വഹുവ അദ്അഫുൽ ഈമാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിനെ സംബന്ധിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ അപ്പോ ഇവിടെ അദ്ദേഹം ചോദിച്ചത്, നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും മുൻകർ കണ്ടാൽ, ഏതെങ്കിലും തെറ്റായ കാര്യം കണ്ടാൽ അതിനെ കൈകൊണ്ട് തടയണം എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. കൈകൊണ്ട് തടയാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ നാവ് കൊണ്ട് തടയണം. അതിനും സാധിച്ചില്ലെങ്കിൽ പിന്നെ കൽബ് കൊണ്ട് വെറുക്കുകയും വേണം. അപ്പോ എന്താണ് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം? ഇതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതേ സ്ഥാനത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കൈകൊണ്ട് തടയുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ആരെക്കുറിച്ചാണ്? അതിന് അധികാരമുള്ള ആളുകളെ കുറിച്ചാണ്. അതിന് അധികാരമുള്ള ആളുകളെ കുറിച്ചാണ് കൈകൊണ്ട് തടയേണ്ടത്. പിന്നെ അതേ സ്ഥാനത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കള്ളു കുടിക്കുന്നതോ അങ്ങനെയുള്ള ഏതെങ്കിലും വിഷയങ്ങൾ കണ്ടാൽ അത് കൈകാര്യം ചെയ്ത് തടയാൻ പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായും അവിടെ നമ്മൾ സാധാരണക്കാർക്ക് അവിടെ കൈകാര്യം ചെയ്ത് തടയാൻ പറ്റുകയില്ല. കാരണം അത് ഒരു കുഴപ്പം തടുക്കാൻ വേണ്ടി സാധാരണക്കാരായ ആളുകൾ ഒരു തെറ്റിനെ തടയാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും കാണുന്നതൊക്കെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ അതുകൊണ്ട് ആ തെറ്റ് ഇല്ലാതെയാകുകയല്ല, നേരെ മറിച്ച് വേറെ ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ട് ഉണ്ടാകാനാണ് പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് സാധ്യത. അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം എന്താ വെച്ചാൽ, കൈകൊണ്ട് തടയാൻ അധികാരമുള്ളവന് കൈകൊണ്ട് തടയാം.
ഭരണാധികാരിക്ക് കൈകൊണ്ട് തടയാം ഒന്ന്. രണ്ടാമത്തേത്, അവനവന്റെ സ്വന്തം ആളുകളാണ് ചെയ്യുന്നത്, മക്കൾ ചെയ്യുന്നത് വാപ്പയാണ് കാണുന്നത്, അല്ലെങ്കിൽ ഭാര്യ ചെയ്യുന്നത് ഭർത്താവാണ് കാണുന്നത്, അപ്പോഴൊക്കെ കൈകൊണ്ട് തടയാം. അതേ സ്ഥാനത്ത് റോട്ടിൽ കണ്ടിറങ്ങിയിട്ട് കള്ളുടിയന്മാരൊക്കെ മറ്റുള്ളവർ തല്ലാൻ നിന്നാലേ സംഗതി കള്ളുകൂടി നിൽക്കുകയല്ല ചെയ്യുക, ഇപ്പുറത്ത് വേറെ മുസീബത്ത് ഉണ്ടാവുകയാണ് ചെയ്യുക. അതേ സ്ഥാനത്ത് ഭരണാധികാരിക്ക് അങ്ങനെയൊക്കെ തടയാം. അതുപോലെ നാവ് കൊണ്ട് തടയുക എന്ന് പറഞ്ഞത് ആ വിഷയം, ചെയ്യപ്പെടുന്ന വിഷയത്തെക്കുറിച്ച്, മുൻകറായ വിഷയത്തെക്കുറിച്ച് അറിയുന്ന ആളുകളെ, അതിലെ ഉലമാവിനെ സംബന്ധിച്ചിടത്തോളമാണ് നാവ് കൊണ്ട് പറയുക എന്ന് പറഞ്ഞത്. നമ്മൾ ശരിക്കും പഠിക്കാത്ത ഒരു വിഷയം എവിടെന്നെങ്കിലും കാണുമ്പോ അത് തെറ്റാണ് എന്ന് തോന്നിയിട്ട് അതിനെക്കുറിച്ച് അങ്ങോട്ട് വിളമ്പാനൊന്നും പറ്റില്ല. അതിനെക്കുറിച്ച് പഠിച്ച ആളുകൾ അതത് വിഷയങ്ങൾ എന്താക്കുക, പറയുക എന്നാണ് നാവ് കൊണ്ട് തടയുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതുപോലെ എന്നാൽ ഒരു തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കിയ ഒരു വിഷയം നമുക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കുന്നില്ല. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ശാരീരികമായി തടയാനുള്ള അധികാരവും നമുക്കില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് ഉണ്ടാകാവുന്ന ഒന്നാണ് മനസ്സുകൊണ്ട് അതിനോടുള്ള ഒരു അകൽച്ചയും വെറുപ്പും. അത് ആർക്കും ഉണ്ടാകാൻ പറ്റിയതും അതിന്റെ പേരിൽ ഒരു പ്രയാസവും ഉണ്ടാകാത്തതാണ്. അതാണ് മൂന്നാമത് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ എവിടെ ആര് കണ്ടുപിടിക്കുന്നത് കണ്ടാലും ആരും ചെന്നുണ്ടാക്കാനല്ല, പഞ്ച എന്നുള്ളതല്ല, അത് അനുവദിക്കപ്പെട്ട രീതി അല്ല. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ച മോതിരക്കല്ല് ഏത് രാജ്യത്തിൽ നിന്നുണ്ടാക്കിയതാണ്? ചോദ്യം. ഉത്തരം ഒന്ന് പറഞ്ഞു തന്നാലും. അതിന്റെ ഉത്തരം പറയാൻ എനിക്കറിയുന്നുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോതിരക്കല്ല ചോദിച്ച്, മോതിരം തോന്നുന്നില്ല ഏത് രാജ്യത്തുണ്ടാക്കിയാണ് എന്റെ ഓർമ്മയിലതില്ല. പിന്നെ റേഡിയോ ശ്രോതാക്കളോട് പ്രത്യേക ഒരു കാര്യം പറയണെന്ന് വെച്ചാല് ആ മോതിരക്കല്ല് ഓക്കെ എനിക്കതിനെ പറ്റിയ ഓർമ്മയില്ല. മുമ്പ് എവിടെ കണ്ടോന്നൊരു സംശയമുണ്ട്, പക്ഷെ അത് ഓർമ്മ ഇതില്ല ഏതായാലും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ ഈ ക്വിസ് മത്സരങ്ങളിലൊക്കെ വരുന്ന ക്വസ്റ്റ്യനൊക്കെ അല്ലേ, അത് ദയവ് ചെയ്ത് നിങ്ങൾ ക്ലാസ് റൂമിലൊന്നും ചോദിക്കരുത്. ഈ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. ഇത് ചില പ്രത്യേകിച്ച് റബീ ലെവലല്ലേ, പലയിടത്തും ക്വിസ് പ്രോഗ്രാമുകളൊക്കെ നടക്കുന്ന സമയമാണ്. അത്തരം ചോദ്യങ്ങൾ ക്ലാസ് റൂമുകളിൽ ചോദിക്കരുത് എന്ന് ദയവായി ആവശ്യപ്പെടുകയാണ്. ഓക്കെ, അടുത്തോളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ 2 ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിരുന്നു. അതിന്റെ ശരിയായ ഉത്തരം എനിക്ക് കിട്ടി. ഞാൻ സന്തോഷവാനാണ്. അതിന്റെ ശരിയായ ഉത്തരം എനിക്ക് കിട്ടിയതിന് മരിച്ച മയ്യത്തിന് വേണ്ടി പാവങ്ങൾക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ മരിച്ച മയ്യത്തിന് വേണ്ടി ചെയ്യുന്ന പുണ്യമെന്ന് ഞാൻ പഠിച്ചു. അൽഹംദുലില്ലാഹ്. പക്ഷെ നമ്മള് ഭക്ഷണം വെച്ച് കൊടുക്കുന്ന സമയത്ത് പാവങ്ങൾ ആരും വിളിച്ച് ഭക്ഷണം കൊടുക്കാമെന്ന് ഞാൻ കണ്ടിട്ടില്ല. അത് എന്നെ പോലുള്ള ആൾക്കാർ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ നമ്മളെപ്പോലെ കഴിവുള്ളവർക്കും നമ്മളെക്കാൾ ഉയർന്ന കഴിവുള്ളവർക്കുമാണ് ഭക്ഷണം വെച്ച് കൊടുക്കാറ്. നമ്മളെയും താഴ്ന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഞാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അത് എന്നെപ്പോലുള്ള ആൾക്കാർ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ മറുപടി അത്രയേ ഉള്ളൂ. എനിക്ക് 2 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാനുണ്ട്. അതിന്റെ ഉത്തരം ശരിയായി കിട്ടാൻ വലിയ ഉപകാരമായിരുന്നു. ഒന്നാമത്തെ ചോദ്യം, നിസ്കരിക്കുന്ന സമയത്ത് ഔറത്തിന്റെ ഭാഗമുള്ള ഡ്രസ്സ് കീറി, കുറച്ച് ഭാഗം കീറി, അടിവസ്ത്രം കാണുന്നുണ്ട്, എന്നാൽ ഔറത്ത് കാണുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആ നിസ്കാരം ശരിയാകുമോ അതോ മാറ്റി നിസ്കരിക്കണമോ? 2, മനുഷ്യരുടെ ഫോട്ടോ എടുക്കലും അത് പ്രചരിപ്പിക്കലും ഇസ്ലാമിലെ വിധി എന്താണ്? അത് രണ്ടും ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഔറത്ത് മറക്കല് നിസ്കാരത്തിൽ ഷർത്തായ കാര്യമാണല്ലോ. നിസ്കാരം സഹിയാവാൻ അത്
അതിന്റെ താഴെയുള്ള തുണി കൊണ്ട് അല്ലെങ്കിൽ അടിവസ്ത്രം കൊണ്ട് മറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മതി. മുകൾ ഭാഗവും ചുറ്റുപാടും മറക്കണം എന്നതാണല്ലോ നിബന്ധന. അപ്പൊ ആ നിബന്ധന ഇത് സാധാരണഗതിയിൽ ഇപ്പൊ പറഞ്ഞത് തടസ്സമല്ലാത്തത് കൊണ്ട് പിന്നെ മുകളിലുള്ള തുണിഭാഗം കീറിയാലും അതിന്റെ താഴെയുള്ള വസ്ത്രം കൊണ്ട് മറഞ്ഞാലും മതി. ഒരേ വസ്ത്രം കൊണ്ട് തന്നെ അവിടത്തെ മറക്കണമില്ല. എന്നാലും ചുറ്റുഭാഗവും മുകൾ ഭാഗവും മറഞ്ഞിട്ടുണ്ടല്ലോ, അതിന് കുഴപ്പമില്ല. പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിച്ചത് മനുഷ്യരുടെ ഫോട്ടോ എടുക്കുന്നതിന്റെയും അത് പ്രചരിപ്പിക്കുന്നതിന്റെയും വിധി എന്താണ് എന്നാണ്. അത് വലിയ ചർച്ചകൾക്ക് വിധേയമായ ഒരു വിഷയമാണ്. ഫോട്ടോ എടുക്കുക എന്നുള്ളതിന് അറബിയിൽ തസ്വീർ എന്ന് പറയും. സൂറത്തുണ്ടാക്കുക എന്നാണ് അതിന്റെ ശരിയായ മീനിങ്. രൂപമുണ്ടാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രൂപമുണ്ടാക്കുന്നതിനെ വളരെ കർശനമായ ഭാഷയിൽ വിരോധിക്കുകയും അതിന്റെ അപകടം പറയുകയും ചെയ്തിട്ടുണ്ട്. ഖിയാമത്ത് നാളിൽ ഇന്ന അശദ്ദന്നാസി അദാബൻ യൗമൽ ഖിയാമത്തി അൽ മുസവ്വിറുൻ, ഖിയാമത്ത് നാളിൽ ഏറ്റവും ശക്തമായ ഗൗരവമുള്ള ശിക്ഷക്ക് വിധേയരാക്കപ്പെടുന്നവർ രൂപമുണ്ടാക്കുന്ന ആളുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ ഉണ്ട്. അതുകൊണ്ടാണ് രൂപമുണ്ടാക്കുന്നതിനെയും അത്തരം രൂപങ്ങൾ അതിന്റെ മഹാത്മ്യം കാണിക്കുന്ന രീതിയിൽ സൂക്ഷിക്കുന്നതിന്റെയും അതുപോലെ തന്നെ വിരിപ്പിൽ പോലും അത്തരം ചിത്രങ്ങളോ മറ്റോ ഉണ്ടാകുന്നതിന്റെയൊക്കെ ഗൗരവം പലപ്പോഴും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ആളുകളുടെ ഫോട്ടോ എടുക്കുക എന്നത് ഈ ഗണത്തിൽ പെടുമോ ഇല്ലയോ അവിടെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും തസ്വീർ എന്നതിന്റെ പരിധിയിൽ തന്നെ വരുന്നതാണ് സാധാരണ ആളുകളുടെയും ജീവികളുടെയൊക്കെ ഫോട്ടോ എടുക്കല് എന്നും അതുകൊണ്ടത് പാടില്ലാത്തതാണ് എന്നും പറഞ്ഞ വലിയ ആലിമ്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതേ സ്ഥാനത്ത് തസ്വീർ എന്ന് പറഞ്ഞാൽ ഇതല്ല, അത് രൂപമുണ്ടാക്കലാണ്. ഫോട്ടോ എടുക്കുമ്പോൾ അവിടെ രൂപമുണ്ടാക്കൽ വരുന്നില്ല, ഒരു നിഴൽ മാത്രമാണ് അവിടെ സൂക്ഷിക്കപ്പെടുന്നത്. ആ നിഴൽ പകർത്തിയെടുക്കുക എന്നതേ ഉള്ളൂ. അതിന് നിഴൽ ഇതിൽ പതിയ അത്രയേ ഉള്ളൂ. അവിടെ രൂപമുണ്ടാക്കുന്നതിന്റെ പരിധിയിൽ പെട്ടതല്ല ഫോട്ടോ എടുക്കല്. അതുകൊണ്ട് അതിന് വിരോധമില്ല എന്ന് പറഞ്ഞവരും ഉണ്ട്. ഈ അഭിപ്രായം ഫത്ഹുൽ മീനിന്റെ ആശയായ തർശീഹിൽ കാണാം. അതുപോലെ അതേ സ്ഥാനത്ത് ബഹുമാനപ്പെട്ട ഷാലിയാത്തി തങ്ങളൊക്കെ ഫോട്ടോ എടുക്കുന്നത് തന്നെ തസ്വീറിന്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് വളരെ ഗൗരവത്തോടെ പറഞ്ഞവരാണ്. ഏതായാലും രണ്ടഭിപ്രായമുള്ള ഈ വിഷയത്തിൽ സൂക്ഷ്മത അതെന്തായാലും ഒഴിവാക്കലാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ആവശ്യത്തിനും അനാവശ്യത്തിനുമായി ആളുകൾ വെറുതെ ഫോട്ടോ എടുത്ത് നടക്കുന്ന ഒരു കാലമാണ്. സുബ്ഹാനല്ലാഹ്, മസ്ജിദുൽ ഹറാമിൽ പോലും അതുപോലെ തന്നെ മദീനത്തെ മസ്ജിദുൽ നബവി ഷരീഫിൽ പോലും അവിടെയൊക്കെ ചെന്ന് നോക്കിയാൽ പല ആളുകളും അവിടുത്തെ മെഹ്റാബിന്റെയും മെമ്പറിന്റെയും തൂണുകളുടെയൊക്കെ അടുത്ത് നിന്നിട്ട് തന്റെ കൂട്ടുകാരെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുന്ന സങ്കടകരമായ രംഗം അത്തരം പുണ്യസ്ഥലങ്ങളിൽ പോലും നമ്മൾ കാണാറുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരു ആവശ്യമുള്ള പണിയല്ല എന്ന് നമുക്കെല്ലാം അറിയാം. ആവശ്യത്തിന് ഫോട്ടോ എടുക്കുന്നതെന്ന് വേറെ, അനാവശ്യമായി എടുക്കുന്നത് എന്ന് വേറെ. എന്തായാലും തസ്വീറിന്റെ പരിധിയിൽ വരുമോ ഇല്ലയോ എന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുള്ളതും അതേ സ്ഥാനത്ത് തസ്വീറിന്റെ പരിധിയിൽ വരുന്നതാണെങ്കിൽ അതിന്റെ ഗൗരവം വളരെ വലുതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതുമായ കാര്യം അനാവശ്യമായി നമ്മളെല്ലാവരും ചെയ്തു പോകുന്നത് വളരെ അതിന്റെ ഗൗരവം ആലോചിക്കാതെ അത് ഗൗനിക്കാതെ നമ്മൾ ചെയ്തു പോരുന്നത് വളരെ അപകടകരമായ ഒന്നാണ്. അതുകൊണ്ട് അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ക്യാമറകൾ ഉപയോഗിക്കുകയും അല്ലാത്ത വിഷയങ്ങൾക്ക് അതിനെ മാറ്റി നിർത്തുകയും ചെയ്യലാണ് എപ്പോഴും ബുദ്ധി എന്ന് ഓർമ്മപ്പെടുത്തി മൈക്ക് റിലീസ് ചെയ്യും. അസ്സലാമു ഉസ്താദ്, നബിയുടെ വഹി എഴുതിയ സഹാബിയുടെ പേരെന്ന് പറഞ്ഞുതരാൻ പറ്റും? ഇതൊക്കെ കിസ്മത്സവത്തിന്റെ ചോദ്യങ്ങളാണ്. അത്തരം ചോദ്യങ്ങളൊന്നും ഇനി ക്ലാസ്സുകളിൽ ദയവ് ചെയ്ത് ചോദിക്കരുത്. ഇവിടെ പഠിക്കാൻ ഉതകുന്ന മസലകള്, അതുപോലെ തന്നെ ആദർശപരമായ വിഷയങ്ങള്, അതുപോലെ എന്തെങ്കിലും ഹദീസ് സംബന്ധമായ വിഷയങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കാന്നല്ലാതെ ഈ കിസ്മത്സരത്തിന്റെ ചോദ്യങ്ങളൊന്നും
ദയവ് ചെയ്ത് അതിന് റസൂലിന്റെ ഈ ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തരുത്. റസൂലുള്ളാഹിന്റെ വഹി എഴുത്തുകാരൻ പലരും ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും അറിയപ്പെട്ട സഹാബി സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്കൊരു ഫിഖ്ഹിയായ സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. നിസ്കരിക്കുന്ന സമയത്ത് ആയത്തെ തഹിയ്യാത്തിൽ ഇരിക്കുമ്പം മസീഹ് ദജ്ജാൽ വരെ ചൊല്ലിക്കഴിഞ്ഞാൽ അതിന്റെ വിധി എന്താണ്? അത് സഹവിന്റെ സുജൂദ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതേപോലെ സഹവിന്റെ സുജൂദ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ മനസ്സിൽ മലയാളത്തില് ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട് സഹവിന്റെ സുജൂദ് ചെയ്യുകയാണ് എന്ന് നിയ്യത്ത് മലയാളത്തിൽ കരുതിയാൽ മതിയോ, അതോ അറബില് അങ്ങനെ വേറെ നിയ്യത്ത് വേണോ, അതോ നിയ്യത്തില്ല വേറെ നിയ്യത്തൊന്നുമില്ലാതെ ഒരു നിയ്യത്തില്ലാതെ അങ്ങനെ സഹവിന്റെ സുജൂദ് ചെയ്യാൻ പറ്റുമോ എന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിസ്കാരത്തില് ഒന്നാമത്തെ അത്തഹിയ്യാത്തിൽ മസീഹ് ദജ്ജാൽ വരെ ചൊല്ലിപ്പോയാൽ വല്ല കുഴപ്പമുണ്ടോ? അതിന് സഹവിന്റെ സുജൂദ് ചെയ്യണോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. നിസ്കാരത്തിലെ ഒന്നാമത്തെ അത്തഹിയ്യാത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അതുവരെ മാത്രം ചൊല്ലലേ സുന്നത്തുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ടുള്ളതൊന്നും സുന്നത്തില്ലാത്തതാണ്. അതേ സ്ഥാനത്ത് ചെല്ലിയാൽ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടതും ഇല്ല എന്നാണ് പ്രബലമായ അഭിപ്രായം. അതേ സ്ഥാനത്ത് ഇമാമ് അത്തഹിയ്യാത്ത് ഓതുകയാണ്, മഅ്മൂമിന്റെ അത്തഹിയ്യാത്ത് നേരത്തെ കഴിഞ്ഞു. ഒന്നാമത്തെ അത്തഹിയ്യാത്ത് തന്നെ ഇമാമിന്റെ അത്തഹിയ്യാത്ത് തുടരുന്നു, കഴിഞ്ഞിട്ടില്ല. മഅ്മൂമിന്റെ അത്തഹിയ്യാത്ത് നേരത്തെ കഴിഞ്ഞു, ആദ്യത്തെ അത്തഹിയ്യാത്ത്. എന്നാൽ മഅ്മൂമിന്റെ അത്തഹിയ്യാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന അത്തഹിയ്യാത്തും സലാത്തും കഴിഞ്ഞ് നിർത്താതെ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം എന്നൊക്കെ ചൊല്ലിയാണ്ട് പോകാം. അത് മസീഹ് ദജ്ജാൽ എത്തിയാലും അത് കഴിഞ്ഞാലും ഒന്നും ഒരു കുഴപ്പമില്ല. അവിടെ മിണ്ടാതിരിക്കുകയല്ല വേണ്ടത്. ആ ഇമാമിന്റെ അത്തഹിയ്യാത്ത് കഴിയോളം മഅ്മൂമ് വെറുതെ മിണ്ടാതെ മൗനിയായി കാത്തിരിക്കുകയല്ല വേണ്ടത്. അത്തഹിയ്യാത്തിന്റെയും സലാത്തിന്റെയും ബാക്കി ഭാഗം കൂടി ചെല്ലുകയാണ് വേണ്ടത് എന്ന് ധ്യാനത്ത് പോലെയുള്ള കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം, സഹവിന്റെ സുജൂദ് ചെയ്യുമ്പോൾ സഹവിന്റെ സുജൂദാണ് എന്ന് മലയാളത്തിൽ കരുതണോന്ന്. ഈ കരുതുന്നതിന് ഭാഷയില്ല സുഹൃത്തെ. അപ്പോ സഹവിന്റെ സുജൂദാണ് എന്നുള്ള ബോധം നിസ്കരിക്കുന്നവനും ഉണ്ടാകണം. അതിനാണ് കരുതുക എന്ന് പറയുന്നത്. സഹവിന്റെ സുജൂദിന്റെ സ്ഥലത്ത് ഒന്നും കരുതാതെ നേരെ സുജൂദിൽ പോകാൻ പാടില്ല. ഇത് സഹവിന്റെ സുജൂദാണ് ചെയ്യാൻ പോകുന്നത് എന്ന ബോധം അവന്റെ മനസ്സിൽ ഉണ്ടാകണം. ആ ബോധത്തോട് അതിനാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. അതോടെയാണ് അവൻ സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടത്. ഒന്നും കരുതാതെ സഹവിന്റെ സുജൂദ് ചെയ്താൽ അത് നിസ്കാരം ബാത്തിലാകും എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. കാരണം അത് നിസ്കാരത്തില് പിന്നെ എന്താ പറയാ, ഒരു റുക്കിന് സിയാദത്ത് ചെയ്യലാണല്ലോ, ഒരു റുക്കിനെ വർദ്ധിപ്പിക്കലാണല്ലോ. അപ്പൊ എന്ത് വേണം? അത് സുജൂദ് ചെയ്യാന്നുള്ള ബോധം പോലെ ഇത് സഹവിന്റെ സുജൂദാണെന്നുള്ള ബോധം കൂടി ഉണ്ടാകണം. അപ്പോ എന്തായി, ഒരു റുക്കിന് വർദ്ധിപ്പിക്കലല്ല, ആ ബോധത്തോട് കൂടി സുജൂദ് പോണ സമയത്ത് ഉണ്ടാകും വേണം. അത്തഹിയ്യാത്തിന് ഇരിക്കണ നേരത്തെ തന്നെ സഹവിന്റെ സുജൂദ് ചെയ്യാനുണ്ട് എന്ന ആ ഒരു ഓർമ്മയിലിരിക്കുകയും സലാം വീട്ടേണ്ട സമയത്ത് നേരണ്ട് സുജൂദ് പോവുകയും ചെയ്താൽ മാത്രം പോരാ. സുജൂദിൽ പോകുന്ന സമയത്ത് ആ ബോധം ഉണ്ടാകണം. അതാണ് പറഞ്ഞിട്ടുള്ളത്. അതില്ലാതെ സുജൂദ് ചെയ്യാൻ പാടുള്ളതല്ല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമായി എസ്സീവിലെ എല്ലാ പ്രവർത്തക ഉസ്താദന്മാർക്കും അള്ളാഹു ദീർഘായുസ്സ് പ്രദാനം ചെയ്തിട്ട് പ്രാർത്ഥിക്കുന്നു. എന്റെ ചോദ്യം, എന്റെ ബാങ്കിൽ കുറച്ച് പൈസ ഉണ്ട്, അതില് പലിശയായിട്ട് കുറച്ച് പൈസ സംഖ്യ വന്നിട്ടുണ്ട്. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഹിന്ദുക്കൾക്ക് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അത് പാവപ്പെട്ട മുസ്ലിംകൾക്ക് കൊടുക്കാൻ പറ്റും. എന്താണ് വിധി എന്ന് ഉസ്താദ്
വിശദമാക്കി തന്നവർക്കില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ആദ്യമായി ഒരു കാര്യം പറയട്ടെ. ഇത്തരം ചോദ്യങ്ങളുടെ മറുപടി കുറച്ച് അപകടകരമായ മറുപടിയാണ്. എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് റൂമിൽ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ബുദ്ധിപരമായ അളവ് പലതരത്തിലാണ്. അതുകൊണ്ട് ഈ ക്ലാസ് റൂമിലൂടെ പബ്ലിക്കായി ഞാൻ ഇതിന്റെ ഒരു ജവാബ് പറഞ്ഞാൽ അത് ചിലരെങ്കിലും തെറ്റായ രീതിയിൽ മനസ്സിലാക്കാനും അത് ദുരുപയോഗം ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരം അപകടകരമായ വിഷയങ്ങളിലെ ചോദ്യങ്ങളൊക്കെ, കാരണം പലിശയുമായി ബന്ധപ്പെട്ടതാണല്ലോ. ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് പലിശ കിട്ടും, ആ പലിശ എന്ത് ചെയ്യണം, അത് അപകടകരമായ ഒരു വിഷയമാണ്. അത് സത്യത്തിൽ ഇങ്ങനെ ഒരു പബ്ലിക് ക്ലാസ് റൂമിൽ ചോദിക്കുന്നതിനേക്കാൾ എത്രയോ ഭംഗി നമ്മൾ വ്യക്തിപരമായി ഒരു വിവരമുള്ള ആലിമിനോട് ചോദിക്കലാണ്. നിങ്ങൾക്ക് വ്യക്തിപരമായി ബന്ധമുള്ള വിശ്വാസയോഗ്യനായ ആലിമിനോട് നേരിട്ടോ ഫോണിലൂടെയോ നിങ്ങൾക്ക് ആ ചോദ്യം ചോദിക്കാവുന്നതാണ്. അല്ലാതെ അതിന് ജവാബ് പറയുന്നത് ഒരുപക്ഷെ അപകടം ചെയ്യും എന്ന് തോന്നിയത് കൊണ്ടാണ് അതിന് പബ്ലിക്കിൽ മറുപടി പറയാത്തത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. നന്ദി. അസ്സലാമലൈക്കും. എനിക്കൊരു സംശയം റബീഉൽ അവ്വലിനോടനുബന്ധിച്ചുള്ളൊരു സംശയമാണ്, അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് നബിയോ അവിടുത്തെ അനുയായികളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ടാടിയതായി വല്ല രേഖയും ഉണ്ടെങ്കിൽ അത് അറിയിക്കുക. ഇത് കുറച്ച് വിശദമായി പറയേണ്ട ഒരു ചോദ്യമാണ്. പലപ്പോഴും ക്ലാസ് റൂമിന്റെ ആദർശ ചർച്ചാ സമയത്ത് ഇത്തരം ചോദ്യങ്ങൾക്ക് വിശാലമായി മറുപടി പറയാറുണ്ട്. അതുകൊണ്ട് എല്ലാ റേഡിയോ ശ്രോതാക്കളെയും ഒരു കാര്യം ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. സാധാരണഗതിയിൽ ഈ സമയത്ത് ഇന്ത്യൻ സമയം 10 മണിക്ക് ശേഷം അല്ലെങ്കിൽ നാട്ടിൽ നിന്നുള്ള ലൈവ് പ്രോഗ്രാം കഴിഞ്ഞതിന്റെ ശേഷം രാത്രി നമ്മുടെ ക്ലാസ് റൂമിൽ ആദർശ ചർച്ചയുടെ സമയമാണ്. ആദർശ ചർച്ച നിങ്ങൾക്ക് സാധാരണ പോലെ റേഡിയോയിലൂടെ കേൾക്കാലോ. അത് കേൾക്കാൻ പരമാവധി ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്താം. അതൊരു വാട്സപ്പ് ചോദ്യത്തിന്റെ മറുപടിയായിട്ട് മാത്രം കേൾക്കണ്ട. പരമാവധി ക്ലാസ് റൂമിലെ ആദർശ ചർച്ചകൾ റേഡിയോയിലൂടെ കേൾക്കാൻ സമയം കണ്ടെത്തണം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ തങ്ങളുടെ ജീവിതകാലത്ത് നബിതങ്ങളോ അല്ലെങ്കിൽ നബിതങ്ങളുടെ സ്വഹാബത്തോ മൗലിദ് ആഘോഷം നടത്തിയിരുന്നോ എന്ന് ചോദിച്ചാൽ മൗലിദ് ആഘോഷത്തിന്റെ ഭാഗമായി നാം ഇന്ന് നടത്തുന്ന പരിപാടികളുടെ അടിസ്ഥാനം അക്കാലത്തും ഉണ്ടായിരുന്നു. മനസ്സിലായോ? അക്കാലത്തും ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് നടത്തുന്നത് പോലെ തന്നെ അന്ന് നടത്തിയിരുന്നോ എന്നാണ് ചോദ്യമെങ്കിൽ അങ്ങനെയൊന്നും അന്ന് നടത്തിയതായിട്ട് ഉണ്ടാകില്ല. അതേ സ്ഥാനത്ത് ഇന്ന് നടത്തണമെങ്കിൽ അന്ന് അതുപോലെ തന്നെ നടത്തിയിരിക്കണം എന്നൊരു നിബന്ധന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഒരു കാര്യത്തിലും ഇല്ല തന്നെ. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഈ മൗലിദാഘോഷത്തെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് എതിർക്കുന്നവർ തന്നെ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന അനേകം കാര്യങ്ങൾ, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന അനേകം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയോ സ്വഹാബത്തിന്റെയോ കാലത്ത് ഇല്ലാത്തതാണ്. ഉദാഹരണം ഞാൻ പറയാം. മൗലിദാഘോഷത്തിന്റെ ഇന്നത്തെ രീതി മാത്രമല്ല, പല വിഷയങ്ങളും അങ്ങനെയാണ്. ഉദാഹരണം കേട്ടോളൂ. അന്ന് പള്ളികൾക്ക് മുനാരം ഉണ്ടായിരുന്നില്ല, പള്ളിക്ക് മിഹ്റാബ് ഉണ്ടായിരുന്നില്ല, പള്ളിക്ക് ഹൗദ് ഉണ്ടായിരുന്നില്ല, ഖുർആനിന് ഒരു മുസഹഫിന്റെ രൂപം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അത് വന്നപ്പോൾ സഹാബത്തിന്റെ കാലത്ത് വന്നപ്പോൾ തന്നെ അതിന് പുള്ളിയും കുത്തും പത്തവും ബസറും ഒന്നും ഉണ്ടായിരുന്നില്ല, ഒക്കെ പിൽക്കാലത്തുണ്ടായതാണ്. അതിന്റെ അർത്ഥം പിൽക്കാലത്ത് ഉണ്ടായത് മുഴുവനും തെറ്റാണ് എന്ന ആശയം വഹാബികളുടെ സ്വയം നിർമ്മിതമായ ആശയമാണ്.
പരിശുദ്ധ ദീനിൽ അതിന് യാതൊരു പ്രമാണവും ഇല്ല. പരിശുദ്ധ ദീനിൽ ഉള്ളത് പുതുതായി ഉണ്ടാക്കപ്പെട്ട ഏതൊരു കാര്യവും ഇസ്ലാമിക ശരീഅത്തിന്റെ പ്രമാണത്തോട് തട്ടിച്ചു നോക്കുകയും അത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ കാര്യമാണോ അതല്ല പ്രമാണ വിധേയമായ കാര്യമാണോ എന്ന് പരിശോധിക്കുകയും ചെയ്തിട്ട് പ്രമാണവിധേയമായ കാര്യങ്ങളെ സ്വീകരിക്കുകയും അതിന് വിരുദ്ധമായതിനെ ഒഴിവാക്കുകയും ചെയ്യണം എന്നാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഇമാമികൾ പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാ ആലിമീങ്ങളും പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. എന്ന് പറഞ്ഞാല് നബിയുടെയും സ്വഹാബത്തിന്റെയും കാലത്തില്ലാത്ത ഒരു വിഷയം പുതുതായി ഉണ്ടായാൽ പുതുതായി ഉണ്ടാകുന്ന കാര്യം ചിലപ്പോൾ വാജിബായ കാര്യമായേക്കാം, ചിലപ്പോൾ സുന്നത്തായ കാര്യമായേക്കാം, ചിലപ്പോൾ ഹലാലായ കാര്യമായേക്കാം, ചിലപ്പോൾ കറാഹത്തും മറ്റു ചിലപ്പോൾ ഹറാമും ആയേക്കാം. കണ്ടോ? ഇങ്ങനെ ഏത് ഗണത്തിലും പുതിയ കാര്യങ്ങൾ വരും. അപ്പൊ നബിയുടെയും സ്വഹാബത്തിന്റെയും കാലത്ത് ഇല്ല എന്നതുകൊണ്ട് മാത്രം ഒരു കാര്യം ഹറാമാവുന്നില്ല. നബിയുടെയും സ്വഹാബത്തിന്റെയും കാലത്ത് ഇല്ല എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം ഒരു കാര്യം തെറ്റാവുന്നില്ല എന്ന അടിസ്ഥാന നിയമമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് പറയുമ്പോൾ ഇപ്പൊ റേഡിയോ ശ്രോതാക്കൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടി ഒന്ന് വിശദീകരിച്ച് പറയട്ടെ. ഇത് പറയുമ്പോ സാധാരണ പുത്തൻവാദികളായ ആളുകൾ സാധാരണക്കാരെ കൊടുക്കാൻ വേണ്ടി പറയുന്ന ഒരു ന്യായമുണ്ട്, ഒരു ഞൊണ്ടി ന്യായം എന്നാണ് അതിന് മലയാളത്തിൽ പറയുക. അതെന്താന്ന് വെച്ചാല് മൗലിദാഘോഷം, റസൂലുള്ളാഹിന്റെ ജന്മദിനാഘോഷം, മൗലിദ് ഓതല്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മതപരമായ ഒരു ചടങ്ങായതുകൊണ്ട്, മതപരമായ കാര്യങ്ങളായതുകൊണ്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇല്ലാത്തത് ചെയ്യാൻ പാടില്ല. അതേ സ്ഥാനത്ത് മിനാറുണ്ടാക്കുന്നതും മെഹ്റാബ് ഉണ്ടാക്കുന്നതും ഹൗൽ ഉണ്ടാക്കുന്നതും പള്ളിക്കൊക്കെ വഖഫ് മുസാഫ് വഖഫ് ചെയ്യുന്നതും അതുപോലെ തന്നെ പള്ളി കമ്മിറ്റി ഉണ്ടാക്കുന്നതും അങ്ങനെ തുടങ്ങിയിട്ട് സമ്മേളനങ്ങൾ നടത്തുന്നതും അത്തരം കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇല്ലെങ്കിലും ചെയ്യാം. കാരണം അതൊരു മതപരമായ ചടങ്ങല്ല. ഇങ്ങനെയാണ് സാധാരണ പുത്തൻവാദികൾ ഇതിന് മറുപടി പറയാറുള്ളത്. അത് ഞൊണ്ടി ന്യായമാകുന്നു. എന്തുകൊണ്ടാണ് ഞൊണ്ടി ന്യായമാണ് എന്ന് പറഞ്ഞത്? അതിന്റെ ന്യായമാണല്ലോ. അതിന്റെ ന്യായമാണ് ഞാൻ ഈ പറയാൻ പോണത്. മതപരം എന്ന് പറഞ്ഞാൽ മതത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണല്ലോ അതിന്റെ അർത്ഥം, അല്ലെ? മതപരം എന്ന് പറയണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? മതത്തിൽ അതിന് അംഗീകാരമുണ്ട്, അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. മതം പ്രോത്സാഹിപ്പിച്ചതും അംഗീകരിച്ചതുമായ കാര്യമാണ് മൗലിദ്. അത് ശരി തന്നെ. നമ്മൾ ആ രീതിയിൽ തന്നെയാണ് മൗലിദ് നടത്തുന്നത്. മൗലിദ് നടത്തിയാൽ ആഖിറത്തിൽ അള്ളാഹു പ്രതിഫലം തരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ അത് മതപരമാണ്. എന്നാൽ ഞാൻ നേരത്തെ എണ്ണിപ്പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾ ഓർത്തു നോക്ക്. പള്ളിയിൽ ഹൗലുണ്ടാക്കുന്നത് അള്ളാഹു പ്രതിഫലം തരുന്നു വെച്ചിട്ടാണോ, അതോ ശിക്ഷ തരുന്നു വെച്ചിട്ടാണോ, അതോ ഒന്നും തരൂലെന്ന് വെച്ചിട്ടാണോ? നിങ്ങൾ പുതിയൊരു പള്ളി ഉണ്ടാക്കി, പള്ളിക്ക് പിരിവിനിറങ്ങി, എന്നിട്ട് പറയും ഹൗലുണ്ടാക്കാനാണ്, അതിന് അള്ള കൂലിയൊന്നും തരൂല, കാരണം അത് റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ലാത്തതാണ്, അതൊരു മതപരമായ കാര്യമൊന്നുമല്ല, എന്നാലും നമുക്ക് കയ്യും കാലും തേച്ചു കാലോ എന്ന് പറഞ്ഞാൽ അതിന് ആരെങ്കിലും പൈസ തരുമോ? അപ്പൊ ഒരു മോമിനായ മനുഷ്യൻ അതിന് പൈസ ചെലവാക്കുമോ? ഇല്ല. മോമിനായ മനുഷ്യൻ ഹൗദ് ഉണ്ടാക്കണം, അതിന് പൈസ എടുത്തത് ആഖിറത്ത് കൂലിട്ടെന്ന് വെച്ചിട്ട് തന്നെയാണ്. മാത്രമല്ല നമ്മൾ സമ്മേളനങ്ങൾ നടത്തുന്നത് ആഖിറത്തിൽ കൂലി കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് ഒറ്റ സമ്മേളനം അങ്ങനെ നടന്നിട്ടില്ല. ഇപ്പോ മൗലിദിനെ എതിർക്കുന്ന ആളുകൾ തന്നെ ഈ അടുത്ത കാലത്ത് നടത്തിയ കുറെ സമ്മേളനങ്ങളുണ്ട്. ഏതാണിത്? ഞാൻ ഉദാഹരണം പറയാം. ഏതാണ് ചില സമ്മേളനം? ഏതൊക്കെയോ ചില സാധുക്കളായ തലയെക്കെട്ടുകാരി കൂടുതൽ ഓതിപ്പടിക്കാൻ ഭാഗ്യമില്ലാതെ പള്ളി ദർശന്റെ അമ്പലത്ത് കൂടെയൊക്കെ അങ്ങോട്ടും നടന്നിട്ട് തലയെക്കെട്ട് കെട്ടിയൊക്കെ നടന്നിട്ട് ഓൽക്ക് ഓതിപ്പടിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല എന്ന് പോലെ പ്രസംഗം കേട്ടപ്പോ തന്നെ നമുക്ക് പലപ്പോഴും മനസ്സിലായതാണല്ലോ. അങ്ങനത്തെ ചില ആളുകള് മുജാഹിദായപ്പോ അതിന്റെ പേരിൽ സ്റ്റേജ് കെട്ടിയിട്ട് അവർക്ക് സ്വീകരണ സമ്മേളനം കൊടുത്തു. സ്വീകരണ സമ്മേളനം കൊടുത്തു കേട്ടോ എന്ന് പറഞ്ഞാൽ മതി. ഞാൻ എല്ലാത്തിനും മറുപടി പറയും ഇൻഷാ അല്ലാഹ്. സ്വീകരണ സമ്മേളനം കൊടുത്തു. എന്നിട്ട് അവർ എന്തുകൊണ്ട് മുജാഹിദായി എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചാരണമൊക്കെ നടത്തിയിട്ട് സ്വീകരണ സമ്മേളനം കൊടുത്ത് മുജാഹിദായ ആളുകൾ. ഞാൻ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ പ്രതിസന്ധിയുള്ള ഒരു കാലഘട്ടത്ത് മദീനത്ത് പോയി നിൽക്കുകയാണ്. മക്കയിൽ നിന്ന് ആളുകൾ ഇസ്ലാമിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരാൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരണ സമ്മേളനം കൊടുത്തോ? ഏതെങ്കിലും ഒരാൾക്ക് സ്വീകരണ സമ്മേളനം കൊടുത്തോ?
കൊടുത്തിട്ടില്ല. അപ്പൊ അത്രയും ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിൽ പോലും സ്വീകരണ സമ്മേളനം റസൂലുള്ളാഹി തങ്ങൾ കൊടുക്കാതെ പിന്നെ ഇപ്പോൾ പുത്തൻവാദികൾ സ്വീകരണം കൊടുക്കുന്നത് ഏതിന്റെ പേരിലാണ്? ആലോചിച്ച് നോക്കി. അതിലെന്താ അവരൊരു തെറ്റും കാണാത്തത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റല്ല. സുന്നികൾ സ്വീകരണ സമ്മേളനം കൊടുത്താലും സമ്മേളനങ്ങൾ വെച്ചാലും അത് തെറ്റല്ല. കാരണം സുന്നികളുടെ തിയറി ഇസ്ലാമിക പണ്ഡിതന്മാരും ഇമാമിയങ്ങളും പണ്ട് കാലം മുതലേ പഠിപ്പിച്ചു വന്ന തിയറിയാണ്. അതെന്താണ് ആ തിയറി? അത് ഒരു കാര്യം ദീനുൽ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടതാകണമെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയോ സ്വഹാബത്തിന്റെയോ കാലത്ത് നടക്കണം എന്നൊരു നിബന്ധന ദീനിൽ ഇല്ല തന്നെ. അതുകൊണ്ട് അന്ന് സ്വീകരണ സമ്മേളനം കൊടുത്തിട്ടില്ലെങ്കിലും ഇന്ന് സ്വീകരണ സമ്മേളനം കൊടുക്കാം. അന്ന് മുനാരം ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഇന്ന് മുനാരം ഉണ്ടാക്കാം. അന്ന് ഹൗദ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഇന്ന് ഹൗദ് ഉണ്ടാക്കാം. അന്ന് മിഹ്റാബ് ഇല്ലെങ്കിലും ഇന്ന് മിഹ്റാബ് ഉണ്ടാക്കാം. അന്ന് പള്ളിക്ക് കമ്മിറ്റി ഇല്ലെങ്കിലും ഇന്ന് പള്ളി കമ്മിറ്റി ഉണ്ടാക്കാം. അന്ന് മദ്രസകളില്ലെങ്കിലും ഇന്ന് മദ്രസകൾ ഉണ്ടാക്കാം. അന്ന് സമ്മേളനങ്ങൾ വെച്ചിട്ടില്ലെങ്കിലും ഇന്ന് സമ്മേളനങ്ങൾ വെക്കാം. അന്ന് പരിശുദ്ധ ഖുർആനിൽ ഹറക്കത്തില്ലെങ്കിലും ഇന്ന് ഹറക്കത്തുള്ള ഖുർആനിൽ ഓതാം. അന്ന് പള്ളിയിലേക്ക് പരിശുദ്ധ ഖുർആൻ ആരും വഖഫ് ചെയ്തിട്ടില്ലെങ്കിലും ഇന്ന് അങ്ങനെ വഖഫ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഇതിലൊന്നും ഞമ്മക്ക് തർക്കല്ല. അതിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടി കൂട്ടിക്കോ. അന്ന് ഇന്ന് നടക്കുന്നത് പോലെ നബിതങ്ങളുടെ ജന്മദിനാഘോഷം നടന്നിട്ടില്ലെങ്കിലും നമുക്ക് ജന്മദിനാഘോഷം നടത്താം. എല്ലാം സെയിമാണ്. സുന്നികളുടെ ഉസൂല് അനുസരിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതേ സ്ഥാനത്ത് വഹാബികളുടെ പുത്തൻവാദികളുടെ നിലപാടിലേക്ക് നിങ്ങൾ വന്നു നോക്കൂ. അവരുടെ നിലപാടെന്താ? റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ലാത്തത്, സ്വഹാബത്തിന്റെ കാലത്ത് ഇല്ലാത്തത് പുതിയതുണ്ടാക്കാൻ പാടില്ല. അതാണ് ഒരു നിലപാട് പറഞ്ഞത്. അതുകൊണ്ട് മൗലിദ് അങ്ങനെ ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് പാടില്ല. ഇത് പറയുന്ന അവര് തന്നെ സമ്മേളനം ഉണ്ടാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഒരു സമ്മേളനം ഉണ്ടാക്കിയിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് മൗലിദിനെ എതിർക്കാൻ അവർ സാധാരണക്കാരുണ്ട്. റസൂലുള്ളാഹിന്റെ കാലത്ത് റസൂലുള്ള പഠിപ്പിച്ചത് 2 ആഘോഷങ്ങൾ മാത്രമാണ്. ഒന്ന് ചെറിയ പെരുന്നാളും മറ്റേത് വലിയ പെരുന്നാളും. അതിന്റെ ഇടയ്ക്ക് റബീഉൽ അവ്വലിനൊരു ആഘോഷം റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. ഇതവർ പറയാറുണ്ട് സാധാരണ. ഞാൻ അത്തരക്കാർ ചിന്തിക്കാൻ വേണ്ടി പറയാണ്. ആരെ എതിർക്കാനോ വേദനിപ്പിക്കാനോ പറയല്ല, ചിന്തിക്കാൻ വേണ്ടി പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 രീതിയിലുള്ള സമ്മേളനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ. അൻവർ ഇവിടെ ഇത് ചോദിച്ചു, എന്റെ ഹജ്ജത്തുൽ വദാ സമ്മേളനല്ലേ? അൻവറെ കേട്ടോ? മറുപടിയാണ്. റസൂലുള്ള 2 രീതിയിലുള്ള സമ്മേളനമേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഒന്ന് ആഴ്ച തോറുമുള്ള പ്രാദേശിക സമ്മേളനം, അതാണ് ജുമുഅ. രണ്ടാമത്തത് വർഷത്തിലൊരിക്കലുള്ള ആഗോള സമ്മേളനം, അതാണ് ഹജ്ജത്തുൽ വദാ അതിൽപ്പെട്ടതാണ്. ഈ 2 സമ്മേളനവുമല്ലാത്ത ഒന്നുകിൽ മഹല്ലത്തിന് ഒരു സമ്മേളനം, അല്ലെങ്കിൽ ആഗോളതലത്തിലൊരു സമ്മേളനം. അതന്നെ മഹല്ലത്തിലെ സമ്മേളനം ആഴ്ചയിൽ ഒരിക്കൽ, ആഗോള സമ്മേളനം വർഷത്തിലൊരിക്കൽ. ഇത് രണ്ടും അല്ലാത്ത ഒരു സംസ്ഥാന സമ്മേളനോ, ഒരു ജില്ലാ സമ്മേളനോ, ഒരു മേഖലാ സമ്മേളനോ, ഒരു 8ാം വാർഷിക സമ്മേളനോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എവിടെയും കാണൂല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ അത് ദീനിൽ പുതിയതുണ്ടാക്കിയതാണ്, അത് വിദഅത്താണ്. അത് മതപരമല്ല എന്ന് പറയരുത്. ഈ സമ്മേളനം നടത്തുന്നത് അല്ലാഹു തആല ആഖിറത്തിൽ പ്രതിഫലം തരും എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടാണ്. അപ്പൊ അത് മതപരം തന്നെയാണ്. മനസ്സിലായില്ലേ? പക്ഷെ അപ്പൊ മൗലിദിനെ എതിർക്കുന്നിടത്ത് മാത്രം ഈ ഞൊണ്ടി ന്യായങ്ങൾ നിരത്തുന്നു. എന്നാൽ സമ്മേളനം ഇതുപോലെ നടത്തുന്നു, വനിതാ സമ്മേളനം നടത്തുന്നു, സ്റ്റേറ്റ് സമ്മേളനം നടത്തുന്നു, ജില്ലാ സമ്മേളനം നടത്തുന്നു, സ്വീകരണ സമ്മേളനം നടത്തുന്നു, മിഹ്റാബ് ഉണ്ടാക്കണ്, മിനാരുണ്ടാക്കണ്, കമ്മിറ്റി ഉണ്ടാക്കണ്, ഹൗദ് ഉണ്ടാക്കണ്, എല്ലാ പരിപാടിയും അന്ന് റസൂലുള്ള പഠിപ്പിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ സ്വഹാബത്തോ ജീവിതത്തിൽ ഒരിക്കലും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല 1300 കൊല്ലത്തെ മുസ്ലിമീങ്ങളിൽ ആർക്കും പരിചയമില്ലാത്ത വെള്ളിയാഴ്ചയിലെ ജുമാന്റെ ഖുതുബ ഭാഷ മാറ്റി നടത്തുക എന്ന പുതിയ വിജയത്തിന് വേണ്ടി ഇവർ വാദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവിടെ പോയി ന്യായം? നബിയും സ്വഹാബത്തും ചെയ്തോ എന്നുള്ള ന്യായത്തെ എവിടെ പോയി? അപ്പൊ ഞാൻ ഈ ചോദ്യത്തിന്റെ മറുപടി അല്പം വിശാലമായി പറഞ്ഞത് എന്തിനാന്ന് വെച്ചാല്, ഇത് സാധാരണക്കാരായ ആളുകളെ പൊട്ടന്മാരാക്കാൻ വേണ്ടി വഹാബികൾ തൊടുത്തുവിടുന്ന ചോദ്യമാണ്. നബിയും സ്വഹാബത്തും നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യം. ആ ചോദ്യത്തിന്റെ കടക്ക് കത്തിവെക്കുകയാണ് ഞാൻ ചെയ്തത്.
എന്താ കണക്ക് കത്തിച്ചത്? ഒരു കാര്യം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അനുവദിക്കപ്പെടണമെങ്കിൽ, ചെയ്യണമെങ്കിൽ അത് നബിയും സ്വഹാബത്തും ചെയ്തതാകണം എന്നൊരു നിബന്ധന ലോകത്ത് ആരും പറഞ്ഞിട്ടില്ല, ഈ കേരളത്തിലെ വഹാബികളല്ലാതെ. അത് പറയുന്ന ഇവരാകട്ടെ നബിയും സ്വഹാബത്തും ചെയ്യാത്ത അനേകം കാര്യങ്ങൾ ദീനിന്റെ പേരിൽ തന്നെ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ട ചോദ്യകർത്താവിന് മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ പഠനം ആഗ്രഹിക്കുന്ന ആളുകൾ SCVയുടെ ആദർശ ചർച്ചയിൽ പങ്കെടുക്കാൻ പരമാവധി ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി അടുത്ത ചോദ്യത്തിന് വേണ്ടി മൈക്ക് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും ഉസ്താദേ, എനിക്കൊരു ക്വസ്റ്റ്യൻ ഉള്ളത്. ഞാനൊരു പോസ്റ്റ് കണ്ടു വാട്സപ്പില്. അതിലിങ്ങനെയാണ് നബിവചനാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. കയ്യിൽ ഒരു ചെടി ഉണ്ടെങ്കിൽ ലോകാന്ത്യം സംഭവിക്കാൻ പോകുന്ന നിമിഷത്തിലും ആ ചെടി നടുക. അങ്ങനെയാണ് ആ കോട്ടുള്ളത്. അത് നബി പറഞ്ഞത് തന്നെയാണോ? എങ്ങനെയാണെന്ന് അതിന്റെ അറിയാൻ വേണ്ടിയാണ്. എനിക്ക് ഏത് ഹദീസിലാണ് എങ്ങനെയാണ് അതിന്റെ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു തരും. കാരണം ഉസ്താദ്മാര് പറഞ്ഞിരുന്നല്ലോ, അറിയാത്ത കാര്യങ്ങൾ അത് നല്ലതായാലും അങ്ങനെ അതിന്റെ സത്യാവസ്ഥ അറിയാതെ നമ്മൾ ഷെയർ ചെയ്യരുതെന്ന് പറഞ്ഞു തന്നിരുന്നില്ല. അതുകൊണ്ട് ചോദിക്കണം. ഒരു വിഷയം കണ്ടാൽ സത്യാവസ്ഥ അറിയാതെ ഷെയർ ചെയ്യാൻ പാടില്ല, ഷെയർ ചെയ്തോന്നും കൂടുന്നു. അത് സത്യം തന്നെയാണ്. ഇങ്ങനൊരു ഹദീസ് എന്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല കേട്ടോ. ഹദീസില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്റെ അറിവിൽ അങ്ങനെ ഒരു ഹദീസ് പിന്നെ ഞാനിതിനെ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. അതിന്റെ അർത്ഥം ഹദീസ് ഇല്ല എന്നല്ല. ഹദീസിന്റെ കിതാബുകൾ ധാരാളമുണ്ട്. അത് വിശാലമായി പരന്നു കിടക്കുന്ന ഒരു ലോകമാണ്. അതുകൊണ്ട് അത്തരം ഒരു ഹദീസ് ഉണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന്റെ ശേഷം മാത്രം അത് ഷെയർ ചെയ്താൽ മതി. ഇതുവരെ നമ്മളെ പരിശോധനയിൽ അങ്ങനെ ഒരു ഹദീസ് പിന്നെ കണ്ടിട്ടില്ല. അതേ സ്ഥലത്ത് ഹദീസ് ഉണ്ടോ ഇല്ലേ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അത് ഷെയർ ചെയ്താൽ മതി. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ആഷിഖ്, മാഹിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. എനിക്കറിയാനുള്ളത്, ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു കുടുംബത്തിലൊരു മരണ വീട്ടിൽ പോയപ്പോൾ അവിടെ വെച്ച് മയ്യത്തൊക്കെ ഇടയ്ക്ക് വരുന്നവർക്ക് കുടിക്കുവാൻ വേണ്ടി വെള്ളമോ സർവത്തോ അങ്ങനെയുള്ള പാനീയങ്ങൾ കൊടുക്കുവാൻ വേണ്ടി ഞാൻ ഗ്ലാസിന് ഫോണിൽ വിളിച്ചു പറഞ്ഞപ്പോൾ എൻ്റെ കൂട്ടത്തിൽ നിന്ന് എൻ്റെ ഒരു ബന്ധുവായ ഒരാൾ എന്നോട് പറഞ്ഞു, അങ്ങനെ ഗ്ലാസ്സിനൊന്നും വിളിച്ചു പറയേണ്ട ആവശ്യമില്ല, ഇവിടെ വെള്ളമൊന്നും കൊടുക്കാൻ പാടില്ല, വെള്ളം കുടിച്ചാൽ അത് ഹറാമാണ്. ഞാൻ പറഞ്ഞ അങ്ങനെ ഹദീസൊന്നും ഞാൻ കേട്ടിട്ടില്ല. എല്ലാവരും കൂടെ അങ്ങനെ കൊടുത്തോണ്ടിരിക്കും. ദാഹിച്ചു വരുന്ന കൂട്ടർക്ക് വെള്ളം കൊടുക്കാമെന്ന് എന്നെന്താ തെറ്റ് പറഞ്ഞ തെറ്റന്നെയാണ്. അങ്ങനെ കുടിക്കാൻ പാടില്ല, അത് നിന്നെ അങ്ങ് വെച്ചിട്ട് എന്നെ കാണും, ആഖിറത്തിൽ വെച്ച് എന്നെ അള്ളാഹു കുടിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് വർത്താനം പറഞ്ഞു. ഞാൻ തൽക്കാലം പറഞ്ഞ് ഞാൻ നിർത്തി. ഞാൻ പണ്ടേ കൊടുത്തോണ്ടിരിക്കും, ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാവരും കുടിക്കുന്നുണ്ട് വെള്ളമൊക്കെ. അതിനെ കൊണ്ട് എനിക്ക് തെറ്റൊന്നും കാണാൻ പറ്റുന്നില്ല, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോന്ന് പറഞ്ഞു, കുടിക്കുന്നേ കുടിക്കണ്ട. അങ്ങനെ ഞങ്ങളവിടെ വർത്താനം നിർത്തി. അതിൽ വല്ല ശരിയോ ഉണ്ടോ എന്ന് എനിക്ക് അറിയണം. ഹറാമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് പേടിയായി. അതുകൊണ്ടാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത്. ദുആവസിയത്തോടെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഏതായാലും നല്ല ചോദ്യമാണ്. കാരണം ചില ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ്. അവര് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും തെളിവാണെങ്കിലോ അടിയാധാരെ തെളിവ് അടിയാധാരെ, വേറെ തെളിവൊന്നും ഉണ്ടാവില്ല. അപ്പോ അങ്ങനെ അടിയാധാരം തെളിവായി പറഞ്ഞ ഒന്നും പെട്ടതാണ് പറ്റി. കാരണം ഒരു മയ്യത്ത് മറവ് ചെയ്യാൻ വേണ്ടി കുറെ ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലം നമുക്കറിയാം. നല്ല
വെയിലുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. അവിടെ കൂടിയ ആളുകളിൽ പലപ്പോഴും ഇടയ്ക്കിടെ വെള്ളം കുടിക്കാൻ ആവശ്യമായ ആളുകൾ ഉണ്ടാകാറുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ആ മയ്യത്ത് മറവ് ചെയ്യുന്നത് വരെ ആ വീടുകളിൽ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഒരുപാട് സമയം കാത്തിരുന്ന ആളുകൾ ഉണ്ടാകാറുണ്ട്. ഈ ആളുകളെല്ലാം പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഈ മയ്യത്തിന്റെ ജനാസ സംസ്കരണത്തിൽ കൂടുന്ന ആളുകളാണ്. ഈ ആളുകളൊക്കെ കൂടിയിട്ട് അവർ പിരിഞ്ഞു പോകുന്നതിന്റെ മുമ്പ് അവർക്കൊരു ഗ്ലാസ് വെള്ളം കൊടുക്കുക എന്ന് വെച്ചാൽ അതിനും വഹാബികളെ സമ്മതിക്കൂല. കേട്ടില്ലേ? അതിന് പറയണ്ടേ? അത് കൊടുക്കാൻ പാടില്ല. അള്ളാഹു തആല ആഖിറത്തിൽ ചോദ്യം ചെയ്യുന്ന സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എല്ലാ പച്ചക്കരളുള്ള സാധനത്തിലും നിനക്ക് കൂലിയുണ്ട്. അതായത് നായക്ക് വെള്ളം കൊടുത്താൽ അള്ളാഹു തആല പ്രതിഫലം തരുമോ എന്ന് സ്വഹാബത്ത് ചോദിച്ചതാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, എന്ത്? എല്ലാ പച്ചക്കരളുള്ള സാധനങ്ങളിലും അഥവാ ജീവനുള്ള എല്ലാ സാധനങ്ങളിലും നിങ്ങൾക്ക് കൂലിയുണ്ട്. ഏത് സാധനത്തിന് വെള്ളം കൊടുത്താലും അള്ളാഹു തആല പ്രതിഫലം തരുന്നു. മനസ്സിലായോ? അത് ഈ മയ്യത്തിന്റെ മരണപ്പെട്ട വീട്ടിൽ നേരത്തെ തന്നെ വന്ന് അവിടെ ആരും വെള്ളം കൊടുക്കുന്നില്ലല്ലോ. അവിടെ ഒരുപാട് സമയം കാത്തിരുന്ന് പള്ളിയിൽ പോയി അവിടെ നിസ്കാരത്തിൽ പങ്കെടുത്ത് എന്നിട്ട് ഖബറിന് പോയി ആ ജനാസ സംസ്കരണത്തിൽ ആ വെയിൽ കൊണ്ട് എല്ലാ സംഗതിയിലും പങ്കെടുത്ത് ദാഹിച്ചു വരുന്ന ആളുകൾക്ക് ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടാക്കി കൊടുത്താൽ അത് ബിദ്അത്താണ് എന്ന് പറയുന്ന ഈ ആളുകളുടെ തലയിൽ എന്താണെന്ന് അത് പടച്ച റബ്ബിന് മാത്രമേ അറിയുള്ളൂ. ആ തലയിൽ എന്തോ പടച്ച റബ്ബുണ്ടല്ലോ, ആ റബ്ബിന് തന്നെയാണ് ആ തലയിൽ എന്താ ഉള്ളതെന്ന് അറിയുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമുണ്ട്. കാണുന്നത് മുഴുവൻ വിദേഹത്ത് നമ്മുടെ പാശ്ചാത്യ തന്നെ അത് ഹറാമാണെന്ന് പറയാ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചില്ലേ, നിങ്ങൾക്ക് തോന്നിയതുപോലെ ഇത് ഹറാമാണ് ഇത് ഹലാലാണ് എന്ന് പറയരുത്. അള്ളാഹുവിന്റെ മേൽ നിങ്ങൾ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കരുത്. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ ഒരാൾ മരണപ്പെട്ടു എന്ന കാരണം കൊണ്ട് ഇനി വേറുള്ളവർക്ക് ആർക്കാൽ പിന്നെ മരിച്ചാത്തിന് വെള്ളം വേണ്ടി വരില്ല. അതേസമയത്ത് അയാൾ മരണപ്പെട്ടു എന്നുള്ള കാരണം കൊണ്ട് ഇനി ഹയാത്തുള്ളവർക്കും വെള്ളം കൊടുക്കാൻ പാടില്ല, അത് ബിദ്അത്താണ് എന്ന് പറയണമെങ്കിൽ അതിന് എന്താ ഇപ്പൊ ഞാൻ പറയാ? മിതമായ ഭാഷയിൽ പറഞ്ഞാൽ അത് വിവരക്കേടിന്റെ അങ്ങേ അറ്റമാണ് കേട്ടോ. ഏതായാലും ഏത് ജീവനുള്ള ആളുകൾക്കും വെള്ളം കൊടുത്താൽ അല്ലാഹു തആല അതിന് പ്രതിഫലം തരും. അത് മയ്യത്ത് സ്ഥാനം കഴിഞ്ഞ നേരത്തെ കൊടുക്കാൻ പാടില്ലാന്നോ, അതല്ല ഇത്രയും നേരം വെള്ളം കുടിക്കാതെ കാത്തിരുന്ന ആളുകൾക്ക് കൊടുത്താൽ നല്ല കൂലി കിട്ടുന്നല്ലാതെ അത് കൊടുക്കാൻ പാടില്ല എന്നൊരു നിയമം പറയുന്നത് ഈ ആളുകളുടെ സ്വയം നിർമ്മിതമായ ദീനി നിയമങ്ങളിൽപ്പെട്ടതാണ്. അത് പരിശുദ്ധ ദീനിന്റെ നിയമങ്ങളുടെ ഭാഗം അല്ല എന്ന് വളരെ വിനീതമായി ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത ചോദ്യത്തിന് വേണ്ടി വീശുന്നു. ഭർത്താവ് ഷാഫി മദ്ഹബുകാരനാണെങ്കിൽ വിവാഹം കഴിക്കുന്ന ഭാര്യ ഹനഫി മദ്ഹബുകാരിയാണെങ്കിൽ വിവാഹം കഴിച്ചതിന് ശേഷം ഭാര്യ ഏത് മദ്ഹബിലാണ് സ്വീകരിക്കേണ്ടത്? ഭർത്താവിന്റെ മദ്ഹബാവുന്ന ഷാഫി മദ്ഹബിലാണോ അതോ നേരത്തെ അവരുടെ മദ്ഹബായ ഹനഫി മദ്ഹബിൽ തന്നെ ഭാര്യയ്ക്ക് തുടരേണ്ടതുണ്ടോ? ഇൻഷാ അല്ലാഹ് മറുപടി പ്രതീക്ഷയുണ്ട്. സഹോദരന്മാർ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ കല്യാണത്തിന് കുഫുവക്കറാനുള്ളത് മദ്ഹബൊക്കലില്ല. കല്യാണം നടത്തണമെങ്കിൽ ഭാര്യയുടെയും ഭർത്താവിന്റെയും മദ്ഹബ് ഒന്നാകണം എന്നോ കല്യാണം കഴിഞ്ഞാൽ രണ്ടാളും ഒരേ മദ്ഹബിലാകണമെന്നോ അങ്ങനെ ഒരു നിബന്ധനയൊന്നും ഇല്ല. സാധാരണ ആ മദ്ഹബ് അനുസരിച്ച് പോകുന്നതിന് രണ്ടാൾക്കുള്ള വിവരം വെച്ചിട്ട് അങ്ങനെ പോയാൽ തന്നെ മതി. അതിന്റെ പേരിൽ മദ്ഹബ് മാറണം എന്നൊരു നിയമം ഒന്നുമില്ല എന്ന് അറിയിക്കുന്നു. അടുത്ത ചോദ്യത്തിലൂടെ വയ്ക്കും. അസ്സലാമു അലൈക്കും.
സൗദിയിലാണ് വിളിക്കുന്നത്. ഉസ്താദ്, നേർച്ച സംബന്ധമായ ഒരു ചോദ്യം ചോദിക്കാനാണ്. ഒരാൾ ഒരു മൃഗത്തെ മുഹിയുദ്ദീൻ സീഖിന്റെ മേലിൽ നേർച്ചയാക്കി, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ, ഇനി അവൻ ആ മൃഗത്തെ അറുത്ത് അത് പാവങ്ങൾക്ക് വിതരണം ചെയ്യാണ് വേണ്ടത്? അതല്ല ഈ മൃഗത്തെ വിറ്റ് അതിന്റെ പണം പാവങ്ങൾക്ക് കൊടുക്കുകയാണ് വേണ്ടത്? ഇനി അറുത്ത് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഈ നേർച്ചയാക്കി ഈ വ്യക്തിക്ക് കഴിക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. ദുആവസിയത്തോടെ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേർച്ചയാക്കി, അല്ലെങ്കിൽ മുഹ്യിദ്ദീൻ ശൈഖിന് നേർച്ചയാക്കി, അങ്ങനെ ആർക്കെങ്കിലും നേർച്ചയാക്കി, മഹാന്മാർക്ക് നേർച്ചയാക്കിയാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഈ സാധനം അറുത്തിട്ട് ഓർക്ക് കൊണ്ടുപോയി കൊടുക്കുക എന്നല്ലല്ലോ. നേരെ മറിച്ച് ആ മൃഗത്തെ അറുത്ത് ദാനം ചെയ്തിട്ട് അതിന്റെ പ്രതിഫലം അവർക്ക് ഹദിയ ചെയ്യുക എന്നതാണ് അതിന്റെ അർത്ഥം. ആ നേർച്ചയ്ക്ക് വിരോധമില്ല, അത് നടന്നു വരുന്ന നേർച്ചയാണ്. ധർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതിനെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നേർച്ചയാക്കിയാൽ ആ മൃഗത്തെ വിറ്റിട്ട് കാശ് കൊടുക്കുകയാണോ വേണ്ടത്, അതല്ല അതിന്റെ മാംസം കൊടുക്കുകയാണോ വേണ്ടത്? അറുത്ത് മാംസം ദാനം ചെയ്യുകയാണോ വേണ്ടത്? അറുത്ത് മാംസം ദാനം ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് അതിൽ നിന്ന് തിന്നാൻ പറ്റുമോ ഇല്ലയോ? ഇതൊക്കെയാണ് ചോദ്യത്തിന്റെ പൊരുൾ. ഞാൻ ചുരുക്കി പറയാം. അതിന്റെ നിയമം എന്താന്ന് വെച്ചാൽ, ഇത്തരം വിഷയങ്ങളിൽ നാട്ടിൽ നടന്നു വരുന്ന മുത്തരിതായ ആദത്ത് സ്വീകരിക്കേണ്ടതാണ്. ഉറുഫ് എന്ന് പറയും. നാട്ടില് സാധാരണയായിട്ട് നടന്നു വരുന്ന രീതി ഉണ്ട്. നമ്മുടെ നാട്ടില് ഇപ്പൊ മുഹ്യിദ്ദീൻ ശൈഖിന്റെ പേരിൽ കോഴി നേർച്ചാക്കുക എന്ന് പറയും. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് നേർച്ചാക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കോഴിനെങ്ങനെ കഷ്ണം വെട്ടിയിട്ട് ബഗ്ദാദിക്ക് കൊടുത്തേക്കണമെന്നല്ലോ. എന്താണ് മുഹ്യിദ്ദീൻ ശൈഖിന്റെ ഒരു കോഴി നേർച്ചാക്കുക? അപ്പൊ ആ കോഴിനെ അറുത്തിട്ട് മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളുടെ പേരിൽ മൗലൂദ് തങ്ങളുടെ മദ്ഹൂദിനെയോ അല്ലെങ്കിൽ മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾക്ക് വേണ്ടി യാസീൻ പോലുള്ള ഏതെങ്കിലും പരിശുദ്ധ ഖുർആനിലെ പ്രധാനപ്പെട്ട യാസീൻ മുതലാണ് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ കൂടിയിട്ട് അതിൽ കൂടിയ ആളുകൾക്ക് ഇത് ദാനം ചെയ്യാം. അപ്പൊ അങ്ങനെ ദാനം ചെയ്താൽ ഇയാൾക്ക് കഴിക്കാൻ പറ്റുമോ? അവിടെ ആ കോഴി മുഴുവനും ദാനം ചെയ്യൽ ഉദ്ദേശമല്ല എന്നതാണ് നാട്ടിലെ ഉറുഫ്. അങ്ങനെ ഉറുഫുണ്ടായിക്ക് ആ ഉറുഫ് ഇത്തരം നേർച്ചകളിൽ പരിഗണിക്കപ്പെടുന്നതാണ് എന്ന് ഫത്ഹുൽ മീൻബറുടെ കിതാബുകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു മഖബറയിലേക്ക് നേർച്ചയാക്കിയാൽ, അതുപോലെ തന്നെ ഒരു ശൈഖിന് നേർച്ചയാക്കിയാൽ അപ്പോഴെല്ലാം അവിടുത്തെ ഉറുഫ് പരിഗണിക്കപ്പെടേണ്ടതാണ്. അവിടെ സാധാരണ ചെയ്തു വരുന്ന രീതി. അപ്പൊ ആ ചെയ്തു വരുന്ന രീതി അറിയുന്ന ഒരാള് നേർച്ചയാക്കുമ്പോൾ ആ രീതിയിൽ തന്നെയാണ് ആ നേർച്ച കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ അസ്സലാമു അലൈക്കും. എന്റെ പേര് ഹൈദരാലി മംഗളാപുരം. ഞാനുള്ളത് അൽക്കോബർ KSL ആണ്. എന്റെ സംശയം, എന്റെ റൂമിന്റെ അടുത്തുള്ള പള്ളിയിൽ ഇമാം വഹാബിയാണ്. അതുകൊണ്ട് ഞാൻ ജുമാക്കും പോകാറില്ല. വേറെ പള്ളിയിൽ ജുമാ ദിവസം ഖുതുബ തുടങ്ങുന്നത് ലുഹർ ബാങ്കിന്റെ മുമ്പാണ്. മറ്റൊരു പള്ളിയിൽ പോയാൽ ലുഹർ ബാങ്കിന് ശേഷമാണ് ഖുതുബ തുടങ്ങുന്നത്. പക്ഷെ അവിടെ സ്ഥിര താമസക്കാരായ 40 ആളുകൾ ഉണ്ടാവില്ലെന്ന് സംശയമുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ഏത് ജുമാക്കാണ് കൂടേണ്ടത്? ഞാനിപ്പോൾ ഏത് ജുമാക്ക് കൂടിയാലും ലുഹർ നിസ്കരിക്കാനുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു സംശയം, വിദേശികളായ ഞങ്ങൾക്ക് ജുമുഅ നിർബന്ധം ഉണ്ടോ എന്ന് ഉസ്താദ് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അവസാനം ചോദിച്ചതിന് ആദ്യം മറുപടി പറയാം. എന്തെങ്കിലും മതിയല്ലോ ഏത് പള്ളിക്കൊക്കെ പോകേണ്ടതെന്ന് തീരുമാനിക്കല്. അതുകൊണ്ട്
വിദേശികളായ നമുക്ക് ജുമാ നിർബന്ധമുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായും മുസാഫിർ അല്ലെങ്കിൽ ജുമാ നിർബന്ധമാണ്. വിദേശി ആയതുകൊണ്ട് ജുമാ നിർബന്ധമാകാതിരിക്കില്ല. നിങ്ങൾ ഒരു സ്ഥലത്ത് താമസിക്കുന്നുണ്ട്, 4 ദിവസം തുടർച്ചയായി ഒരു സ്ഥലത്ത് താമസിച്ചാൽ അവിടുത്തെ താമസക്കാരനായി പരിഗണിക്കും ശറഈന്റെ കാഴ്ചപ്പാടിൽ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ജുമാക്ക് കൂടുതൽ നിർബന്ധമായി ജുമാ നടത്തുന്ന നാടാണെങ്കിൽ, അതേ സ്ഥാനത്ത് നിങ്ങൾ ഒരു സ്ഥലത്തും അങ്ങനെ താമസിക്കുന്നില്ല, സഞ്ചാരിയാണെങ്കിൽ, നിങ്ങളെപ്പോഴും ഒരു ലക്ഷ്യ സ്ഥലത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്, അപ്പൊ നിങ്ങൾ മുസാഫിറാണ്. മുസാഫിറിന് ജുമാ നിർബന്ധമില്ല, മുഖീമിന് ജുമാ നിർബന്ധമാണ്. അതേ സ്ഥാനത്ത് ശാഫിഈ മദ്ഹബ് അനുസരിച്ച് ജുമാ സഹിയാകണമെങ്കിൽ മുത്തവത്തിനീങ്ങളായ 40 ആളുകൾ ഉണ്ടായിരിക്കണം. മുത്തവത്തിനീങ്ങൾ എന്ന് പറഞ്ഞാൽ നാട്ടിലെ താമസക്കാരായാൽ പോരാ, സ്ഥിരതാമസക്കാരാകണം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാല്, താമസക്കാർ സ്ഥിരതാമസക്കാർ ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പോ പ്രവാസ ലോകത്ത് ഒരുപാട് മലയാളികളുണ്ട്, നമ്മുടെ നാട്ടുകാരുണ്ട്, അവരൊക്കെ അവിടെ താമസിക്കുകയാണ്. പക്ഷെ അതുകൊണ്ടില്ല ഓൽക്ക് സ്ഥിരതാമസമല്ല. ഓല് എത്ര കാലം 10 കൊല്ലം അവിടെ നിന്നാലും നാട്ടിലേക്ക് മടങ്ങണം എന്നാണ് അവരുടെ മനസ്സിലുള്ളത്. അപ്പോൾ അവർക്ക് നാട് വേറുണ്ട്. അതാണ് ഓലെ തവത്തിന്റെ മഹല്ല്. അവിടെയാണ് അവർ മുസ്തൗത്തിനീങ്ങളാകുന്നത്. അല്ലാതെ ഇപ്പോൾ പോയി താമസിക്കുന്ന സ്ഥലം അവർ മുസ്തൗത്തിനീങ്ങളായ സ്ഥലമല്ല, അവിടെ ഒരു മുഖീമീങ്ങളായ സ്ഥലം മാത്രമാണ്. പക്ഷെ അവർക്ക് ജുമാ നിർബന്ധമാണ്. അതേ സമയത്ത് അവരെ കൊണ്ട് ആ ജുമാ ശരിയാവൂല, എണ്ണത്തിൽ അവരെ കണക്കൂട്ടാൻ പറ്റൂല എന്നാണ് ശാഫിഈ മദ്ഹബിന്റെ പ്രബലമായ അഭിപ്രായം. എന്നാൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തില് എന്റെ അടുത്ത പള്ളിയിലെ ഇമാമ് വഹാബിയാണ് എന്ന് നിങ്ങൾ തറപ്പിച്ചു പറയുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു ബോധ്യപ്പെട്ട വിഷയമായിട്ടാണ് നിങ്ങളത് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരു പുത്തൻവാദിയാണ് നിങ്ങളുടെ അടുത്ത പള്ളിയിലെ ഇമാമ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അയാളെ തുടരാറില്ല എന്ന് പറഞ്ഞ സമീപനം ശരിയായ സമീപനമാണ്. തുടരാൻ പാടുള്ളതല്ല, പുത്തൻവാദികളെ തുടരാൻ പാടുള്ളതല്ല. അതേ സമയത്ത് കുറച്ചാൽ അപ്പുറത്തുള്ള പള്ളിയിൽ വാങ്ങിന്റെ മുമ്പ് തന്നെ, ളുഹ്റ് വാങ്ങിന്റെ മുമ്പ് തന്നെ ജുമാ ഖുതുബ തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു. ശാഫിഈ മദ്ഹബ് അനുസരിച്ച് ആ ജുമാ ശരിയാകുന്നതല്ല. പിന്നെ വേറെ ഒരു പള്ളിയിൽ ജുമാന്റെ വാങ്ങിന്റെ ശേഷം തന്നെയാണ് ജുമാ തുടങ്ങുന്നത്. പക്ഷെ അവിടെ 40 ആളുണ്ടോ എന്ന് സംശയമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു. 40 ആൾ ഇല്ലെങ്കിലും ജുമാ ശരിയാകും എന്ന അഭിപ്രായം ശാഫിഈ മദ്ഹബിൽ ഉണ്ട്. ഏറ്റവും പ്രബലമായ അഭിപ്രായം ഇല്ലെങ്കിലും രണ്ടാം അഭിപ്രായം അങ്ങനെയുണ്ട്. 12 ആളുകളെ കൊണ്ട് ജുമാ ശരിയാകുമെന്നും 4 ആളുകളെ കൊണ്ട് ജുമാ ശരിയാകുമെന്നും എല്ലാ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായ പ്രകാരം നിങ്ങൾക്ക് ജുമയിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പൊ ആ ജുമാക്കാണ് നിങ്ങൾ മുൻഗണന കൊടുക്കേണ്ടത്. അവിടെ പ്രബലമായ അഭിപ്രായ പ്രകാരം 40 ആളില്ലാത്ത ജുമയാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ പ്രബലമായ അഭിപ്രായ പ്രകാരം ആ ജുമാ ശരിയാകൂല എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കൊണ്ട് തന്നെ ആ ജുമായിൽ പങ്കെടുത്ത ശേഷം നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ ളുഹ്റ് നിസ്കരിക്കലും സുന്നത്തുണ്ട്. നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അത് സൂക്ഷ്മതയാണ്. അതേ സ്ഥാനത്ത് ചില സ്ഥലങ്ങളിൽ ചെന്ന് നോക്കിയാൽ മുഖീമീങ്ങളായ മുസ്തൗത്തിനീങ്ങളായ സ്ഥിരതാമസക്കാരായ ആരുമില്ലാത്ത സ്ഥലങ്ങൾ വരെ കാണാം. ഒരു കമ്പനിയിൽ ഒരു പള്ളി, ആ കമ്പനിയിൽ ജോലിക്കാരായ അന്യ നാട്ടുകാർ കുറെ ആൾക്കാർ താമസിക്കുന്നു. അവരവിടുത്തെ സ്ഥിര താമസക്കാരല്ലല്ലോ, ഇവര് മാത്രമാണ് അവിടെ ജുമാക്ക് കൂടുന്നത്. ആ ജുമാ ശരിയാകുമോ എന്ന് ചോദിച്ചാലും ശാഫിഈ മദ്ഹബിന്റെ പ്രബലമായ കാഴ്ചപ്പാടനുസരിച്ച് ആ ജുമാ ശരിയാകുകയില്ലെങ്കിലും ശാഫിഈ മദ്ഹബിലെ അസ്ഹാബിന്റെ കൂട്ടത്തിൽപ്പെട്ട ചിലർ ആ മുഖീമീങ്ങളുടെ ജുമാക്ക് സിഹത്തുണ്ട് എന്ന് പറഞ്ഞവരാണ്. അബൂ അലി ഇബ്നു അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ആ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് എന്ന് ഇമാം മാവർദിയുടെ അൽ ഹാവിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അത്തരം ജുമാകളിലും നമുക്ക് ആ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് പങ്കെടുക്കാവുന്നതാണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിൽ മുസാഫികളെ കൊണ്ട് ജുമാ ശരിയാകും എന്ന കാഴ്ചപ്പാടാണ് ഉള്ളത്. പക്ഷെ ആ കാഴ്ചപ്പാടനുസരിച്ച് നമുക്ക് ജുമാ ശരിയാകണമെങ്കിൽ ബഹുമാനപ്പെട്ടവരുടെ മദ്ഹബ് പ്രകാരമുള്ള മറ്റു നിബന്ധനകളും മനസ്സിലാക്കി കൊണ്ടുവേണം ജുമാ നടത്താൻ. അതുകൊണ്ട് ഞാനിപ്പം പറഞ്ഞ വിശദീകരണത്തിൽ നിന്ന് തന്നെ ശാഫിഈ മദ്ഹബിന്റെ പുറത്തു പോകാതെ അത്തരം ജുമാകളിൽ പങ്കെടുക്കാനുള്ള സാധ്യത മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ചോദ്യത്തിന് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യും.
ഹലോ, അസ്സലാമു അലൈക്കും. ഞാനൊരു സുന്നി പ്രവർത്തകനാണ്. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ കുത്താറാത്തീവ് അത് അനിസ്ലാമികമാണോ, അവർ ചെയ്യുന്നത് അത് ഇസ്ലാമികമാണോ എന്നുള്ളത് അറിയണം. ഇപ്പൊ ഈ ഇന്റർനെറ്റിൽ ഒരുപാട് അധികമായി ഇങ്ങനെ വന്നു കാണുന്നുണ്ട്. അനിസ്ലാമികമാണ് എന്നൊക്കെ പറഞ്ഞത് അത് ശരിക്കുള്ള ഇസ്ലാമിക നിയമങ്ങൾ അത് ശരിയാണോ അല്ല എന്നുള്ളത് അത് വലിയ ഉപകാരമായിരുന്നു. ഓക്കെ, പറയാം. നിങ്ങളുടെ ചോദ്യത്തിന്റെ ശൈലി കേൾക്കുമ്പോൾ രണ്ടാലൊന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്നിരിക്കൽ ഈ കുത്താറാത്തീവ് എന്ന് പറയാറുള്ളത് സാധാരണ പുത്തൻവാദികളാ. അപ്പോ നിങ്ങൾ അങ്ങനെ തന്നെ പ്രയോഗിച്ചിട്ടുള്ളത് ഒരുപക്ഷെ അവരുടെ ആ ഒരു ചില ക്ലിപ്പുകളൊക്കെ കേട്ടിട്ടുള്ള ആ ഓർമ്മയിൽ നിന്നാക്കണം. ഏതായാലും കുത്താറാത്തീവല്ല, കുത്തറാത്തീവാണ്. കുത്തും നല്ലോണം, അതുകൊണ്ടാണ് കുത്തറാത്തീവ് എന്ന് പറയുന്നത്. അത് ശരിക്കും കുത്തുന്നുണ്ടോ ഇല്ലേ എന്ന് ചിലർക്കൊരു സംശയമുണ്ട്. നമ്മളെ മുജാഹിദ് ബാലുശ്ശേരിയൊക്കെ മുമ്പ് സംശയം പറഞ്ഞത് തട്ടിപ്പാണ്, വെറുതെ പറയാണ്, പിന്നെ അതൊക്കെ വെറുതെ കാട്ടുന്ന കണ്ടിട്ടുകളാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാ പിന്നെ അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഉപ്പായം പൊന്തിച്ചിട്ടൊന്ന് വന്ന് കുത്തിറങ്ങാ മതി കേട്ടോ. അത് തട്ടിപ്പാണോ ഇല്ലേ കുത്തുമ്പാണ്ട് തിരിഞ്ഞോളും. പിന്നെ മൂപ്പര് ഒരു ക്ലിപ്പ് പറഞ്ഞ് ഞാൻ കേട്ടത് അതൊക്കെ തട്ടിപ്പാണ്, അത് യഥാർത്ഥാണെങ്കിൽ കത്തി കണ്ടു തരി, ഞങ്ങള് കുത്തിത്തരാണ്. ഞങ്ങള് കുത്തിയാൽ പിന്നെ ഒരിക്കലും അത് കൂടൂല, അത് ഓപ്പറേഷൻ ചെയ്ത് നന്നാക്കാനും കൂടി പറ്റൂല എന്നുള്ള കാര്യം നമുക്ക് ആദ്യം അറിയാം. കാരണം ഈ കുത്തറാത്തീവ് എന്നൊക്കെ പറഞ്ഞാൽ ഈ കുത്തുന്നതും അത്ഭുതകരമായി അത് കൂടുന്നതും, കുത്തുന്നതല്ല ഇപ്പൊ എന്ത് കറാമത്ത്, ഞങ്ങനാരും വിചാരിക്കണ്ട. കുത്തുന്നത് ഇപ്പൊ ആർക്കും കഴിയും. ഒരു കുട്ടിന്റെ കൈ കത്തി കൊടുത്താലും കുട്ടി കുത്തിക്കോളും, അതിന് കറാമത്തൊന്നും വേണ്ട. ആ കുത്തിയ മുറിക്ക് യാതൊരു വേദന ഇല്ലാതിരിക്കുന്നതും അത് അങ്ങനെ തന്നെ കൂടുന്നതുമാണ് കറാമത്ത് കേട്ടാ. അതായത് കുത്താപ്പാലും കുത്തിക്കൂടെ. അത് ആ സദസ്സിൽ മുഹിയുദ്ദീൻ മഹാന്മാരായ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളെയും റിഫായി ശൈഖിനെയൊക്കെ വിളിച്ച ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കാണിക്കുമ്പോ ആ സദസ്സിൽ വെച്ച എണ്ണ പുരട്ടുമ്പോ തന്നെ മാറുക. അതൊരു കറാമത്ത് തന്നെയാണ്, അതൊരു കറാമത്ത് തന്നെയാണ്. അപ്പൊ അത് വെറുതെ കാട്ടുക ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഈ കുത്തൻ ആൾക്കാരുടെ അടുത്ത് ചെന്ന് നോക്കിയാൽ മതി. നബിനെ സ്ഥിരല്ലോ, നിങ്ങൾ നിന്ന് കൊടുക്കുന്ന നിന്നെ കുത്തിക്കാറില്ല. അതേ സ്ഥാനത്ത് നിങ്ങൾ ഇങ്ങോട്ട് കുത്താൻ നിൽക്കണ്ട. അതിലെ അപകടം എന്താ വെച്ചാല് ഞാൻ പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് പോയപ്പോ ആ കണ്ണ് വെച്ചു കൊടുത്തു, റസൂലുള്ളാഹിന്റെ ഉമിനീര് പുരട്ടി കൊടുത്തു അല്ലെ. ആ കണ്ണിന് പിന്നെ ഒരിക്കലും എന്തില്ല, യുദ്ധത്തിന് കണ്ണ് അമ്പ് കൊണ്ട് പോയതാണ്. ആ കണ്ണിന് പിന്നെ ഒരിക്കലും മറ്റേ കണ്ണിന് ചെങ്കണ്ണ് ബാധിച്ചാലും ഇക്കണ്ണിന് അസുഖം ഉണ്ടാകാറില്ല എന്ന് പറയുന്നു ഖത്താദ റളിയല്ലാഹു അൻഹു. അതേ സമയത്ത് യമാമയിൽ വന്ന കള്ളപ്രവാചകനായിരുന്നല്ലോ മുസൈലിമത്തുൽ കദ്ദാബ്. മുസൈലിമത്തുൽ കദ്ദാബിന്റെ അടുത്തേക്ക് ഒരാൾ കണ്ണ് പോയിട്ട് ചെന്നപ്പോ മൂപ്പരും കുറച്ച് ഉമീരണ്ട് പറ്റിക്കൊടുത്ത് അതോടെ മറ്റേ കണ്ണുകൊണ്ട് പോയി എന്നാ ചരിത്രം ഉണ്ടാ. അപ്പോഴേ ഇത് പെരറ്റലും കുത്തലും മാത്രമായാൽ പോലെ കുത്തന ആളാരാ പെരറ്റന ആളാരാന്നും കൂടി നോക്കണം. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളെ കയ്യിൽ കത്തി എന്നാ പിന്നെ ഒരു നിങ്ങളെ തന്നെ കുത്തിക്കോളി, അതിന് വേണമെങ്കിൽ കത്തി തരാം. അതായത് നമ്മളെ കുത്താനാണെങ്കിൽ ഞങ്ങളെന്നെ കുത്തിക്കോളും കേട്ടോ. നീ കുത്തലുണ്ടോ ഇല്ലെന്ന് അറിയാനാണെങ്കിൽ നമ്മൾ നിങ്ങളെ കുത്തിത്തരാം. പ്രശ്നം കഴിഞ്ഞല്ലോ, അത്രേ ഉള്ളൂ. ഏതോ ആവട്ടെ, ഞാൻ ഈ വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് വരാം. കുത്തറാത്തീബിന് മതപരമായി തെളിവുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കുത്തറാത്തീബ് എന്ന് പറഞ്ഞാൽ അതിൽ സാധാരണ നടക്കുന്ന വിഷയങ്ങൾ എന്താണ് നടക്കുന്നത്? ദിക്ർ ചെല്ലുന്നു, അതുപോലെ തന്നെ മഹാന്മാരെ കൊണ്ട് ഇസ്തിഗാറയും തവസ്സുലും ചെയ്യുന്നു. അതിനൊക്കെ തെളിവ് എത്രയോ തവണ പറഞ്ഞതാണ്. ആ മഹാന്മാരുടെ തവസ്സുലും ഇസ്തിഗാസയും ചെയ്ത മജ്‌ലിസിൽ വെച്ചുകൊണ്ട് ആ മഹാന്മാരുടെ കറാമത്ത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു രീതിയാണ് ഈ കുത്തലും കൂടലും. മനസ്സിലായോ? ഏതുപോലെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ശത്രുക്കൾ ഇസ്ലാമിനെ ചോദ്യം ചെയ്തു വന്നപ്പോ പരിശുദ്ധ ദീനിന്റെ യശസ് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ ബിസ്മി ചൊല്ലിയിട്ട് വിഷം കഴിച്ച ചരിത്രം പ്രസിദ്ധമല്ലേ? അപ്പൊ വിഷം കഴിക്കാൻ പാടുണ്ടോ എന്ന് മാത്രം ചോദിക്കുന്നതിന് അർത്ഥമില്ല. അത് ആളെ കൊല്ലാൻ വേണ്ടി വിഷം കൊടുത്തതോ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വിഷം കടിച്ചതോ ഒന്നുമല്ല. നേരെ മറിച്ച് വിഷത്തെ പോലും തടഞ്ഞു നിർത്താനുള്ള ശേഷി
അള്ളാഹുവിന്റെ ഇസ്മയുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാനാണ് ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അത് ചെയ്തിട്ടുള്ളത്. അതുപോലെ കത്തി കൊണ്ട് കുത്തിയ മുറിവ് പോലും ചൂടാനും അത് ഭേദമാകാനും സാരമാകാനുമുള്ള ശേഷി ബഹുമാനപ്പെട്ട ഔലിയാക്കന്മാരുടെ കറാമത്തിലുണ്ട് എന്ന് ബോധ്യപ്പെടുത്തലാണ് കുത്തറാത്തീബിന്റെ ശൈലി. അപ്പൊ രണ്ടും കറാമത്ത് ബോധ്യപ്പെടുത്തുന്നതിന്റെ രണ്ട് ശൈലികളാണ്. അത് ആവശ്യമായെടുത്ത് ബോധ്യപ്പെടുത്തുന്നതിന് വിരോധമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഉംറക്ക് വരുമ്പോൾ ചെറിയ ആൺകുട്ടിയുടെ ഖിതാൻ ചെയ്യൽ നിർബന്ധമുണ്ടോ? അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ചെന്നാൽ തിരക്കില്ലായിരുന്നു. അതേമാതിരി തന്നെ ചെറിയ കുട്ടികള്, അതായത് 4 വയസ്സ് 5 വയസ്സായ കുട്ടികളൊക്കെ തവാഫ് ചെയ്യുമ്പോൾ അവര് കുഴങ്ങിയാൽ, അവർക്ക് ക്ഷീണം പിടിച്ചാൽ അവരെടുത്തുകൊണ്ട് തവാഫ് ചെയ്താൽ ആ തവാഫ് ശരിയാകുമോ, അത് തവാഫ് ഓടുന്നു? രണ്ടും ഉത്തരം പ്രതീക്ഷിക്കുന്നു. വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എടുത്തുകൊണ്ട് തവാഫ് ചെയ്താൽ എന്തായാലും തവാഫ് സഹിയാകും. പക്ഷെ എടുക്കുമ്പോൾ ഈ കുട്ടികളുടെ ഇടത് ഭാഗം കഅബയിലേക്ക് തിരിച്ചുകൊണ്ട് എടുക്കണം. മനസ്സിലായില്ലേ? ചെറിയ കുട്ടികളെ കൊണ്ട് തവാഫ് ചെയ്യിപ്പിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനപ്പുറത്ത് തവാഫ് ചെയ്തിരുന്നൊക്കെ ഹദീസിലുണ്ടല്ലോ. അപ്പോ അതുപോലെ ഒരാള് മറ്റൊരു കുട്ടിയെ എടുക്കുമ്പോൾ ആ കുട്ടിയുടെ വാഹനമായിട്ടാണ് ഈ ആള് വരിക. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട സംഗതി എന്താ? തവാഫ് ശരിയാകുന്നതിന് തടസ്സമൊന്നുമില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, തവാഫ് ചെയ്യുന്നവന്റെ ഇടത് ഭാഗം കഅബയിലേക്ക് തിരിയണം എന്നാണല്ലോ നിബന്ധന. അതുകൊണ്ട് തന്നെ സാധാരണ കുട്ടിനെടുക്കുന്നത് പോലെ തോളിലിട്ടിട്ട് തവാഫ് ചെയ്താല് നമ്മളെ ഇടതു ഭാഗം കഅബത്തേക്കാവുമ്പോൾ കുട്ടിന്റെ വലതു ഭാഗം ഇക്കാരം കഅബത്തേക്ക് ഉണ്ടാകുക. അപ്പൊ ആ രീതിയിൽ തവാഫ് ചെയ്യാത്ത ആ തവാഫ് ശരിയാകൂടെ. അപ്പൊ കുട്ടിയുടെ ഇടത് ഭാഗം കഅബയിലേക്ക് തിരിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് തവാഫ് ചെയ്യുന്നതിന് വിരോധം ഇല്ല. പിന്നെ ഖിത്താൻ ചെയ്യല് ഷർത്തുണ്ടോ എന്ന് ചോദിച്ചു. ഖിത്താൻ ചെയ്യല് എന്നതല്ല, ഖിത്താൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം? അപ്പോ ആ കുട്ടി മൂത്രിച്ച് നജസിന്റെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അത് തവാഫിനൊക്കെ ബാധിക്കും. നിസ്കാരത്തെ ബാധിക്കുന്നത് പോലെ തന്നെ നിസ്കാരത്തിന്റെ ഷർത്തായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകലും നജസിൽ നിന്ന് ശുദ്ധിയാകലും എല്ലാം തവാഫിനും ഷർത്താണ്. അതുകൊണ്ട് അത്തരം ആ മൂത്രമൊഴിച്ച ഭാഗത്ത് നജസ് തങ്ങി നിൽക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നത് അത് അപകടമാണ്. അതുകൊണ്ടാണ് ഖിത്താൻ ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, ഹലോ, അസ്സലാമു അലൈക്കും. ഞാനൊരു സുന്നി പ്രവർത്തകനാണ്. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ കുത്താറാത്തീവ് അത് അനിസ്ലാമികമാണോ അവർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ മുഹമ്മദ്, കുണ്ടോട്ടിക്കടുത്ത് വലിയപറമ്പ് സ്വദേശി. ഞാൻ ജോലി ചെയ്യുന്നത് ജിദ്ദ. നിന്ന് വെള്ളം കുടിച്ചാൽ മരുന്നില്ലാത്ത രോഗം കൊണ്ട് അല്ലാഹു ശിക്ഷിക്കുമെന്ന് പറഞ്ഞത് ശരിയാണോ? ദുആവസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെള്ളം കുടിക്കേണ്ടത് ഇരുന്നിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അങ്ങനെയാണ്. ഞാൻ നിന്നിട്ടല്ല, വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കണം. അതേ സമയത്ത് നിന്ന് വെള്ളം കുടിച്ചാൽ മരുന്നില്ലാത്ത രോഗം കൊണ്ട് അല്ലാഹു തആല ശിക്ഷിക്കും എന്ന് പറഞ്ഞത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരു ഹദീസൊന്നും കേട്ടിട്ടില്ല കേട്ടോ. അത്രേ അതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. നമ്മളോട് ഹദീസ് ഉണ്ടോ ഇല്ലെന്ന് വെച്ചാൽ ഹദീസ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂല. കാരണം ഇല്ല എന്ന് പറയണമെങ്കിൽ എല്ലാ ഹദീസും നമുക്ക് കിട്ടണ്ടേ. അപ്പൊ അത്തരം ഹദീസ് ഞാൻ കേട്ടിട്ടില്ല. മറ്റേതെങ്കിലും ഉസ്താദുമാർക്ക് ഇത്തരം ഹദീസുകളൊക്കെ അറിയുന്നത് ഉണ്ടെങ്കിൽ അവർക്ക് പറയാവുന്നതുമാണ്.
ഹലോ, അസ്സലാമു അലൈക്കും. ഞാനൊരു റേഡിയോ ശ്രോതാവാണ്. അപ്പൊ എനിക്ക് ഉസ്താദ് ഒരു സംശയമുള്ളത് പറഞ്ഞാല്, നമ്മള് വീടൊക്കെ പിന്നെ സ്ഥാനം നോക്കാൻ വരുമ്പോ പിന്നെ ആളുകൾ പറയും അടുപ്പും പിന്നെ കിണറുകൂടി അടുത്ത് വരാൻ പറ്റൂല എന്ന്. അപ്പൊ അതിന് ഇസ്ലാമികപരമായിട്ട് എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ അവർ ഇതിന്? പിന്നെ അതുപോലെ കന്നിമൂലക്ക് കക്കൂസ് പറ്റൂല എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ അതിനൊന്നും ഇസ്ലാമികപരമായിട്ട് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്നുള്ളതാണ്. അതിന് മറുപടി പറഞ്ഞു തന്നാലും ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അടുപ്പും വെള്ളവും അടുത്തു വരാൻ പാടില്ല എന്നുള്ളതിന് ഇസ്ലാമികപരമായി വല്ല അടിസ്ഥാനമുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഇസ്ലാമികപരമായുള്ള അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാമിലൊരു കാര്യം നമ്മളോട് പിന്നെ എന്ത് പറഞ്ഞു? ഇങ്ങനെ അടുപ്പും വെള്ളം ഇങ്ങനെ ഒപ്പം വരാൻ പാടില്ല എന്ന് ഇസ്ലാമിൽ അങ്ങനെ കൽപ്പന ഉണ്ടോന്നോ? അങ്ങനെ ഇസ്ലാമിൽ എല്ലാ വിഷയങ്ങളിലും നമുക്ക് ഉപകാരപ്രദമായ എല്ലാ കാര്യങ്ങളിലും നമുക്ക് വിശദീകരണം ഇസ്ലാം തന്നിട്ടുണ്ടെങ്കിലും അത് പ്രത്യക്ഷമായ ഭാഷയിലോ പരോക്ഷമായ ഭാഷയിലോ ആകാം, രണ്ട് ഭാഷയിലും ആകാം. അവിടെ ഇത്തരം വിഷയങ്ങളൊക്കെ ഇസ്ലാമിന്റെ അടിസ്ഥാനം. ഇപ്പൊ ഞാൻ നേരെ തിരിച്ചൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അടുപ്പും വെള്ളവും അടുത്തു വരാൻ പാടില്ല എന്നൊരു നിയമം ഇസ്ലാമിലുണ്ടോ എന്നാണല്ലോ ചോദിച്ചത്. ഏതിന്? വീടിന്റെ സ്ഥാനം നോക്കുമ്പോ. എന്നാൽ ശരീരത്തിന്റെ സ്ഥാനം നോക്കുമ്പോ ഉപ്പും പുളിയും ഒപ്പം വരാൻ പാടില്ല എന്നൊരു നിയമം ഇസ്ലാമിലുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഉപ്പും പുളിയും ഒപ്പം കഴിക്കാൻ പാടില്ല. ചില അസുഖം വന്നിട്ട് ഡോക്ടറെ ചെന്നാൽ പറയും ഉപ്പും പുളിയെ കൊണ്ട് ഒഴിവാക്കിക്കളി. അപ്പൊ അത് ഇസ്ലാമിലുണ്ടോ എന്ന് ചോദിക്കലല്ല. അങ്ങനെ ഒരു വിശ്വസ്തനായ ഡോക്ടർ പറഞ്ഞാൽ അതന്നെ ഇസ്ലാമിന്റെ അവിടുത്തെ നിയമം. അത് മനസ്സിലായോ? അപ്പോ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല് ഇവിടെ പല വിഷയങ്ങളും ഉണ്ട്. രോഗത്തിന്റെ മരുന്ന് എന്താണ് എന്ന് കണ്ടുപിടിക്കുന്നത് ഇസ്ലാം നോക്കിയിട്ടല്ല, അതിന് തിബിന്റെ ശാസ്ത്രം ഉണ്ട്, അത് നോക്കിയിട്ടാ. ആ ശാസ്ത്രത്തിൽ പറയുന്നത് ഇസ്ലാമിന്റെ പ്രമാണത്തിൽ വിരുദ്ധമാകരുത് എന്ന് മാത്രം. അതുപോലെ ഒരുപാട് ഇൽമുകൾ ലോകത്തുണ്ടായിരിക്കാം. ആ ഇൽമുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ശരിക്കും പഠിച്ച് ബോധ്യപ്പെട്ട ആളുകൾ, അല്ലാതെ ആരെങ്കിലും പറയുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ശരിക്കും ആ വിഷയങ്ങൾ പഠിച്ച് ബോധ്യപ്പെട്ട ആളുകൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ? എല്ലാ കാര്യങ്ങളും ഹദീസിനും ഇസ്ലാമിനും പറഞ്ഞല്ലേ നമ്മൾ ശ്രദ്ധിക്കണത്. പാരസെറ്റമോൾ കുടിക്കണത് ഏതോ ഹദീസ് പറഞ്ഞിട്ടാ ആണോ? പനി വന്നാൽ പാരസെറ്റമോൾ കുടിക്കണം, ഹദീസ് നമ്പർ 5431. അങ്ങനെ ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ഹദീസിലും ഇല്ല. എന്നാലും പനി വന്നാൽ നമ്മൾ പാരസെറ്റമോൾ കുടിക്കും. അതിന്റെ കാരണം എന്താ? ഹദീസിൽ എന്താ പറഞ്ഞറിയോ? ഇന്നൽ ഹുമ്മ മിൻ ഫൈഹി ജഹന്നം ഫഅദ്രിദൂഹാ ബിൽ മാഇ. നരകത്തിന്റെ ചൂടിന്റെ ഭാഗമാണ് നിങ്ങളുടെ ശരീരത്തിന്റെ ചൂടായ പനി. അതുകൊണ്ട് അതിനെ നിങ്ങൾ വെള്ളം കൊണ്ട് തണുപ്പിക്കണം. അങ്ങനെയാണ് ഹദീസിലുള്ളത്. പക്ഷെ നമ്മള് പനി വന്നാൽ പിന്നെ വെള്ളം തൊടാതെക്കല പല ആൾക്കാരും. ഇവരെന്താക്കും? പാരസെറ്റമോൾ കുടിക്കും. പക്ഷെ അത് തെറ്റാണെന്ന് ആരും പറയലില്ല. കാരണം അത് ചികിത്സയാണ്. ചികിത്സ വിഷയങ്ങളിൽ ഇന്ന രോഗത്തിനുള്ള ചികിത്സയാണ് എന്ന് കണ്ടെത്തുന്നത് തജ്രിബത്തിലൂടെയാണ്. അത് പരിശോധിച്ചറിയുന്നതാണ്. പരിശോധിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ട ഒരു സംഗതി അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും അത് ആ സംഗതിക്ക് എന്താണ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇന്ന സ്ഥലത്ത് ഭൂമിയിൽ വെള്ളം ഉണ്ടാകും എന്ന് വെച്ചാൽ അത് ഹദീസിലുണ്ടോ എന്ന് ചോദിക്കലല്ല. അത് അറിയുന്ന വിദഗ്ധരായ ആളുകളുണ്ടാവും. അവർക്കത് പരിശോധിക്കാൻ ചില മാനദണ്ഡങ്ങളുണ്ടാവും. അത് വെച്ച് അവർക്ക് പരിശോധിച്ചറിയുന്നതാണ്. അപ്പൊ അവരെ വിശ്വസിക്കുന്നവർക്ക് അവരെ വിശ്വസിക്കാൻ പറ്റിയ നീതിമാന്മാരാണെന്ന് ബോധ്യപ്പെടുന്നവർക്ക് അവരെ വിശ്വസിക്കാവുന്നതാണ്. അതിന് വിരോധമൊന്നുമില്ല. അപ്പൊ ഇത്തരം വിഷയങ്ങളൊക്കെ ആ ഗണത്തിൽപ്പെട്ടതാണ്. എല്ലാ വിഷയങ്ങളും ഹദീസിൽ ഇങ്ങനെ ശരീഹായി പറയുന്നത് അല്ല എന്നുകൂടി മനസ്സിലാക്കുക. അസ്സലാമലൈക്കും. എന്റെ പേര് ഹസൻ. ഞാൻ ചെർപ്പളശ്ശേരിക്കടുത്ത് കാറൽമണ്ണയാണ് എന്റെ വീട്. സാറേ, എനിക്ക് ചോദിക്കാനുള്ളത്, നബിദിന ആഘോഷവും മൗലൂദ് കഴിക്കലും ഒക്കെ ഹിജ്റ 300 ശേഷം വന്നതാണ്. റസൂലും സഹാബത്തും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് വഹാബികളും പുത്തൻവാദികളും അതിനെ തള്ളിപ്പറയുകയും അതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവർ ചെയ്യുന്ന വെള്ളിയാഴ്ച ജുമയിലെ ഖുതുബ അറബി അല്ലാത്ത ഭാഷയിൽ
റസൂലുള്ളാഹിയുടെ കാലത്തോ സഹാബത്തോ അല്ലെങ്കിൽ 300 വരെയുള്ള ഏതെങ്കിലും മഹാന്മാരോ ചെയ്തതായി വല്ല തെളിവും അവർ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടത്. എല്ലാവരും എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇത് കാരത്ത് അസ്കർ പറഞ്ഞ ഇതിന് വടക്കാങ്കരയാണ് മറുപടി അറിയേണ്ടത്. ഇത് ഞാനല്ല ഇതിന് മറുപടി അറിയേണ്ടത്. ഇത് ഞാൻ നേരത്തെ വിശദമായി പറഞ്ഞൊരു വിഷയമാണ്. നേരത്തെ വന്നൊരു ചോദ്യത്തിന് വിശദമായി പറഞ്ഞതാ. അതിൽ ഞാൻ ഈ കാര്യം കൂടി ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 300 കൊല്ലത്തിന്റെ ശേഷമാണ് ഇതൊക്കെ നടന്നത് എന്ന് പറയുന്ന ആളുകൾ തന്നെ 300 പോയിട്ട് 1300 കൊല്ലം വരെ നടക്കാത്ത ഖുതുബ പരിഭാഷ നടത്തുന്നു. മനസ്സിലായോ? അപ്പൊ അതിന് വല്ല തെളിവുണ്ടോ എന്ന് ചോദിക്കാനാണ് പറഞ്ഞത്. ഇത് വഹാബികളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അതുകൊണ്ട് വല്ല വഹാബികൾ ഉണ്ടെങ്കിൽ അവർക്കതിന് മറുപടി പറയാം. വടക്കാങ്കര റൈസാൻ ചെയ്ത് വന്നിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയില്ല. കൈ പൊക്കിയത് കണ്ടാത്തോന്ന് എന്തോ കാര്യമായിട്ട് നമുക്ക് തരാമെന്നാണ് എന്നാ. അതല്ലാതെ വീശാൻ വേണ്ടി നിൽക്കുകയാണ്, ഓടാനേ അതിന് പൊക്കിയതാ. ഞാണ്ടല്ലോ വാഞ്ഞ് വീശാൻ നേരത്തെ കയ്യൊന്ന് പൊന്തി വരുമല്ലോ, അതിന് പൊന്തിയതാണ്. അല്ലാതെ നമ്മക്കൊന്നും തരാൻ വേണ്ടി വന്നതല്ല മുട്ടത്. അപ്പൊ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. ഏതായാലും ഇൻഷാ അല്ലാഹ് ഒരുപാട് സുഹൃത്തുക്കൾ വാട്സപ്പിലൂടെ നമുക്ക് ചോദ്യങ്ങൾ അയച്ചു. ഇടക്ക് ഒക്കെ മുടങ്ങാറുണ്ടെങ്കിലും നമ്മൾ അൽഹംദുലില്ലാ പിന്നെ ആ പരിപാടി മുടങ്ങാതെ തന്നെ പരമാവധി നടത്താൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ വാട്സപ്പിലൂടെ നമ്മോട് ദുആ ആവശ്യപ്പെടുന്നുണ്ട്. ഇന്നത്തെ വാട്സപ്പ് ചോദ്യോത്തര പ്രോഗ്രാം ഇതോടെ അവസാനിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി അടുത്ത ആഴ്ച വരും. അപ്പോഴേക്ക് നിങ്ങൾക്ക് ചോദ്യങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ അയക്കാവുന്നതാണ്. വോയിസ് മെസ്സേജ് ആയിട്ടാണ് ചോദ്യങ്ങൾ അയക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അതിന് മറുപടി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ച് കാത്തിരിക്കാം. അല്ലാഹു തആല ഇതിനു വേണ്ടി സേവനം ചെയ്യുന്ന എല്ലാ പ്രവർത്തകന്മാർക്കും ഉസ്താദുമാർക്കും മാലിന്യങ്ങൾക്കുമെല്ലാം അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ വാട്സപ്പിലേക്ക് വോയിസ് മെസ്സേജായി ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 99 46 22 72 72 എന്ന നമ്പറാണ്. 99 46 22 72 72 9946227272 ആ നമ്പറിലേക്കാണ് നിങ്ങൾ ചോദ്യങ്ങൾ അയക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഞായറാഴ്ചകളിൽ അതിന് മറുപടി കിട്ടും. അതുകൊണ്ട് വടക്കാങ്ങര ഒന്ന് ക്ഷമിക്കുക അല്പസമയം. നമ്മുടെ വാട്സപ്പ് ശ്രോതാക്കൾ ഒരുപാട് ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവരിൽ പല ആളുകളും നമ്മോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഒരു ചെറിയ ദുആ നടത്തിയിട്ട് ഞാൻ മൈക്കുന്നു. അൽഹംദുലില്ലാ. പിന്നെ കുറെ ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. പ്രത്യേകിച്ച് എനിക്കും എന്റെ അമ്മോശൻ മരണപ്പെട്ട മാസമാണ്. അപ്പോ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. അങ്ങനെ കുറെ ആളുകൾ നമുക്ക് മരണപ്പെട്ടു പോയവരുണ്ട്. റഹ്മാനായ റബ്ബ് അവരുടെ എല്ലാം ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല അവരെയും നമ്മളെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് അമ്മോശൻ മരണപ്പെട്ടിട്ട് 3ാമത്തെ ആണ്ടാണ്. റബീഉൽ അവ്വൽ 20 ഇന്ന് രാത്രിയാണ് അതിന്റെ സമയം. ഏതായാലും ഇൻഷാ അല്ലാഹ് ഗൂഡല്ലൂര് സിദ്ദീഖും സുബൈർ പല ആൾക്കാർക്ക് അറിയാം. അവർക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം എന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമീൻ യാ റബ്ബേ, നിങ്ങളെ സർവ്വ